Okay, so audible ആണല്ലോ, visible ആണല്ലോ എല്ലാവർക്കും. Okay, so hello everyone. So വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ്. ആക്ച്വലി ഇതൊക്കെ നിങ്ങൾ കോളേജിൽ കയറുന്ന സമയത്ത് കോളേജിൽ നിന്ന് അല്ലെങ്കിൽ വോട്ടെവർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റീസിൽ നിന്നും കിട്ടേണ്ട ഒരു ഓറിയന്റേഷൻ ആണ് ഇത് ആക്ച്വലി. കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻ ഷെയറിംഗും വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. സ്ക്രീനും എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഒരു നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇതിൽ മെജോറിറ്റി എനിക്ക് തോന്നുന്നു PG ഫസ്റ്റ് ഇയേഴ്സ് ആയിരിക്കും. ഫസ്റ്റ് ഇയേഴ്സിനെ ഓറിയന്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇത്. നമ്മൾ നോർമലി അങ്ങനെ സെക്കൻഡ് ഇയേഴ്സിന് മാത്രം ഫസ്റ്റ് ഇയേഴ്സിന് മാത്രം അങ്ങനെ ക്ലാസ് വെക്കാറില്ല. പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്കും എല്ലാവർക്കും കൂടെ മിക്സഡ് ആണ് വെക്കാറുള്ളത്. പക്ഷെ ഓരോ വർഷത്തിന്റെ ബിഗിനിങ്ങിൽ PG ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമായിട്ട് ഒരു ക്ലാസ് വെക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അത്രത്തോളം ഈ ഇമ്പോർട്ടന്റ് PG ഫസ്റ്റ് ഇയർ നമ്മൾ കയറുന്ന ടൈമിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ടാണ്. അവർക്ക് നിങ്ങൾക്ക് മാത്രമായിട്ട്. അപ്പൊ ഇതിലിപ്പോ സെക്കൻഡ് ഇയേഴ്സും കാണും. നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒരു വർഷം മുന്നേ കേൾക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ചെറിയ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് നെറ്റ് എന്ന് പറയുന്ന എക്സാമിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സീനിയേഴ്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് പറഞ്ഞിട്ടോ ടീച്ചേഴ്സ് പറഞ്ഞിട്ടോ നെറ്റ് എന്താണ് എന്നതിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്ന് നിർബന്ധമില്ല, ഒരു ബേസിക് ഐഡിയ ഉണ്ടോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, നെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, കേൾക്കാത്തവരായിട്ട് ആരുമില്ല. ഇനി അപ്പൊ നമ്മള് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ PG പഠിക്കുന്ന, അതായത് നിങ്ങൾ എപ്പോഴാണോ PG സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ PG സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാരലലി നിങ്ങൾ പഠിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം ആണ് നെറ്റ് എന്ന് പറയുന്നത്. കാരണം PG പാസ് ഔട്ട് ആകുന്ന സമയത്ത്, പാസ് ഔട്ട് ആകുന്നതിനോടൊപ്പം നമ്മൾ എല്ലാവരും പഠിക്കുന്നത് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. എനിക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുന്നത്, പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട്, പാഷൻ ആയതുകൊണ്ട് പഠിക്കുന്ന ആരും ഇവിടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടാൻ അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം PG കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ടു ബി ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്നുള്ളതാണ്. അപ്പം ഈ പാസ് ഔട്ട് ആകുന്ന സമയത്ത് നിങ്ങൾ വെറും PG ആയിട്ട് പാസ് ഔട്ട് ആകാണ്ട് PG വിത്ത് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ കരിയറിൽ, ഒരുപാട് ബെനിഫിറ്റ്സ്. ഇനിയിപ്പോ നിങ്ങൾ PG പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരു പടി നേരത്തെ മുന്നേ നിങ്ങൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. അപ്പൊ ആദ്യം ഈ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് എന്റെ സിലബസ്, എന്ത് നോട്ട്സ് ആണ് പഠിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഈ എക്സാമിന്റെ ബെനിഫിറ്റ്സ്, പ്രധാനമായിട്ടും എന്തിനാണ് കുട്ടികൾ നെറ്റ് എഴുതുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ എക്സാം എഴുതി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാവിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നെറ്റിന്റെ ബെനിഫിറ്റ്സ്. സോ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് നിലവിൽ ഇന്ത്യയിലോ, അപ്പം നമ്മൾ കേരളം എന്ന് എടുത്ത് പറയുന്നില്ല, ഇന്ത്യയിൽ തന്നെ, ഇന്ത്യക്കുള്ളിലാണല്ലോ കേരളം വരുന്നത്. അപ്പൊ എന്തായാലും കേരളത്തിൽ പഠിപ്പിക്കാനാണെങ്കിലും ഇന്ത്യയിൽ പഠിപ്പിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു കോളേജിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോലിക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്ക് നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കേണ്ട എക്സാം ആണ് നെറ്റ്. ഇത് വളരെ എന്താ പറയുന്നത്, ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാനദണ്ഡമാണ് നെറ്റ് വേണം എന്നുള്ളത്. അപ്പം PG മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. PGയിൽ എനിക്ക് 90% മാർക്ക് ഉണ്ട്, എനിക്ക് 80% മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമാവുന്നില്ല. PG വിത്ത് നെറ്റ് ആണ്. PG നിങ്ങൾ പാസ് ആയിരിക്കണം, വിത്ത് നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫിക്കേഷൻ അനിവാര്യമാണ്. എന്നാലാണ് നിങ്ങൾക്ക് ഏത് കോളേജസിലും പഠിപ്പിക്കാനായിട്ട് പറ്റുക. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഗവൺമെന്റ് ആണെങ്കിലും അങ്ങനെയാണോ? അതെ, ഈ കോളേജസ് എന്ന് പറയുമ്പോൾ അതിൽ ഓട്ടോണമസ് കോളേജ് വരും, പ്രൈവറ്റ് കോളേജസ് വരും, എയ്ഡഡ് കോളേജസ് വരും, ആൻഡ് ഗവൺമെന്റ് കോളേജസും വരും. നിങ്ങൾക്ക് ഗവൺമെന്റ് ത്രൂ റിക്രൂട്ട്മെന്റിലോട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പോലും നെറ്റ് നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ അക്കാഡമിക് കോഴ്സ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടീച്ചിങ് ഫീൽഡ് വളരെയധികം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് ടീച്ചിങ് ഫീൽഡ്. നമ്മൾ മിക്കവരും ഈ അക്കാഡമിക് കോഴ്സ് എടുക്കുന്നത്, അതായത് ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പോയിട്ട് ഡിഗ്രിയും PG ഒക്കെ എടുക്കുന്നവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്
ഭൂരിപക്ഷം ആളുകളുടെയും ടീച്ചിങ് ഫീൽഡാണ്. അപ്പൊ ആ ടീച്ചിങ് ഫീൽഡിൽ തന്നെ നമ്മൾ എപ്പോഴും കോളേജസിൽ പഠിപ്പിക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ വരുമാനത്തിലാണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എല്ലാവർക്കും ഇഷ്ടം പൊതുവെ കോളേജസിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക്, നമ്മൾ സ്കൂൾ ടീച്ചിങ്ങിലോട്ട് പോകുന്നതിലും കൂടുതൽ ആളുകൾക്ക് താല്പര്യം അസിസ്റ്റന്റ് പ്രൊഫസർ ആകുക, അത് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ അതിന് എന്തായാലും നമുക്ക് എന്ത് വേണം? നെറ്റ് വളരെ വളരെ നിർബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. നെറ്റ് വേണം നമുക്ക് കോളേജസിൽ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നെറ്റ് വളരെ നിർണായകമാണ്. ഈ കഴിഞ്ഞ കുറെ കാലം വരെയൊക്കെ കുറെ ഓട്ടോണമസ് കോളേജിലൊക്കെ പൈസ കൊടുത്തിട്ട് കയറുമായിരുന്നു. ഇപ്പൊ അതും പറ്റില്ല. ഇപ്പൊ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും നിലവിൽ നെറ്റിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് ഓരോ യൂണിവേഴ്സിറ്റീസ് വെക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പൊ റീസെന്റ് ആയിട്ട് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ വാശിയേറിയിട്ട് കുട്ടികളുടെ ഒരു നെറ്റ് പ്രിപ്പറേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ ബെനിഫിറ്റ് അവർക്ക് നേടിയെടുക്കാനാണ്. അതായത് ഇപ്പം പി ജി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഒരു 90% ആളുകളും ചിന്തിക്കുക, ഓക്കെ നെക്സ്റ്റ് നമുക്ക് ജോലിക്ക് പ്രവേശിക്കാം, ജോലി നോക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം അക്കാഡമിക്കിലോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് തന്നെ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പി ജി ഉള്ള ഒരു ടീച്ചറിന്റെ സാലറിയും പി എച്ച് ഡി ഉള്ള ഒരു ടീച്ചറിന്റെ സാലറിയും തമ്മിലൊരു ഹ്യൂജ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വരുമാനത്തിന്റെ കേസിലാണെങ്കിലും ജോലിയുടെ സ്റ്റെബിലിറ്റിയുടെ കേസിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എല്ലാവർക്കും ഇപ്പൊ പി എച്ച് ഡി ചെയ്യാൻ പറ്റുമോ? വീണ്ടും 5 വർഷം പഠിക്കട്ടെ? അവിടെയാണ് ഈ ഒരു പെർട്ടിക്കുലർ എക്സാം നമ്മളെ സഹായിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ പി ജിയിൽ നിങ്ങൾ നെറ്റ് ക്ലിയർ ചെയ്തു, നെറ്റ് JRF നെറ്റ് JRF നിങ്ങൾ ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിനു ശേഷം നിങ്ങൾക്ക് എവിടെ പി എച്ച് ഡി ചെയ്യോ നിങ്ങൾക്ക് ചെയ്യാം. ഗവൺമെന്റ് കോളേജിൽ ഓട്ടോണമസോ എയ്ഡഡോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പി എച്ച് ഡി ചെയ്യാം. ഈ പി എച്ച് ഡി ചെയ്യുന്ന 5 വർഷക്കാലം നിങ്ങൾക്ക് ഓരോ മാസവും നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും. എത്രയാണ് കിട്ടുന്നത്? ഒരു മാസത്തിൽ മന്ത്ലി സ്റ്റൈഫൻഡ് ആണ്, ഇയർലി അല്ല. മന്ത്ലി നമുക്ക് 40,000 rupees 50,000 rupees. ഇത് പല സബ്ജക്ട്സിനും ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം ലാബ് ഒക്കെ ഉള്ള വിഷയങ്ങളൊക്കെ കുറച്ച് 10,000-3,000 രൂപയുടെ വ്യത്യാസം വരും, കൂടുതലായിരിക്കും. ആർട്സിലോട്ട് വരുമ്പോഴത്തേനും സോഷ്യൽ സയൻസ് റിലേറ്റഡിലോട്ട് വരുമ്പോഴത്തേനും 10,000-3,000 രൂപയുടെ ഇളവ് കാണും. എന്നിരുന്നാലും ഒരു ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത്, അതായത് നമ്മൾ ലാസ്റ്റ് പി എച്ച് ഡി ക്വാളിഫൈ ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 50,000-53,000 രൂപയായിരിക്കും നമ്മുടെ മന്ത്ലി സ്റ്റൈഫൻഡ്. ഒരു മാസത്തിൽ ആ വിദ്യാർത്ഥിക്ക് റിസർച്ച് ചെയ്യാൻ കിട്ടുന്ന സ്റ്റൈഫൻഡ് ആണ്. ഇപ്പം നിലവിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു എക്സാമിന് വാശിയേറി പ്രിപ്പയർ ചെയ്യുന്നതിന്റെ റീസൺ നമ്മൾ ചോദിക്കുമ്പോഴത്തേനും പി എച്ച് ഡി ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് വളരെ വൈസ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പി ജി കഴിഞ്ഞ് ജോലിക്ക് പ്രവേശിച്ചാൽ പോലും നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് സാലറി കിട്ടുന്നതിനെ പറ്റി ചിന്തിക്കാൻ വേണ്ട. അപ്പൊ ഇവിടെ നമ്മുടെ കരിയറിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യണം. 5 years കൊണ്ട് പി ജിയിൽ നിന്നും നമ്മൾ പി എച്ച് ഡിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോബിന്റെ സ്റ്റെബിലിറ്റി വൈസ് ആണെങ്കിലും സാലറി വൈസ് ആണെങ്കിലും നമുക്ക് ഇൻക്രിമെന്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അവിടെ ഡിപ്രിസിയേഷൻ വരുന്നില്ല, അപ്രിസിയേഷൻ മാത്രമേ നമുക്ക് സംഭവിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് സ്റ്റൈഫൻഡ് NTA തരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിലുള്ളപ്പം, ഞാൻ ഈ പി എച്ച് ഡി ചെയ്യാനായിട്ട് പ്ലാനുള്ള കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾ പി ജിയോടൊപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കാരണം സിലബസ് നിങ്ങൾ പി ജി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ എക്സാമിന് ചോദിക്കുന്നത്. സിലബസിലോട്ട് നമുക്ക് വരാം. അപ്പം ഇവിടെ പാരലലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിൽ പി ജി കഴിയുന്നതോടൊപ്പം നിങ്ങൾക്ക് നെറ്റ് JRF നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ സുഖമായിട്ട് നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അത് ഇപ്പൊ ഗവൺമെന്റിൽ പോയിട്ട് പി എച്ച് ഡി ചെയ്യണമെന്നില്ല. നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് കോളേജസിൽ പി എച്ച് ഡി ഓപ്റ്റ് ചെയ്യുന്ന കൊടുക്കുന്ന ഏത് കോളേജിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ സ്റ്റൈഫൻഡ് വാങ്ങിച്ചിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഒരു മാസം ഒരു സാലറി നമുക്ക് കിട്ടുന്ന ബേസിക് സാലറിയുടെ ഡബിൾ മേടിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാവുന്നില്ല. തീർച്ചയായിട്ടും ആ 5 വർഷക്കാലം കൊണ്ട് നമുക്കൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിലുള്ളത് അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പം ആ നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു പി എച്ച് ഡി ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഡബിൾ ആയിട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഇത് മെയിൻ ആയിട്ടുള്ള ഇപ്പൊ ഒരു 2-3 years ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുമ്പോഴത്തേനും പി എച്ച് ഡിക്ക് എൻറോൾ ചെയ്യണം, അത് സ്റ്റൈഫൻഡോട് കൂടി പഠിക്കണം എന്നുള്ള രീതിക്കാണ് ഇപ്പൊ സ്റ്റുഡൻസ് കുറെ ആളുകളൊക്കെ കുറച്ചും കൂടെ നെറ്റിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് ഒരു എക്സാം JRF ക്വാളിഫൈ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ കുട്ടികൾ പഠിക്കുന്നതിന്റെ ഇപ്പോഴത്തെ ഒരു മെയിൻ ട്രെൻഡ് കാണുന്നത് ഈ ഒരു രീതിയാണ്. അപ്പൊ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇതിനെപ്പറ്റി എല്ലാവരും ഒന്നും അവെയർ അല്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ ഓരോ കോച്ചിങ് സെന്റേഴ്സ് ഓറിയന്റേഷൻസ് കണ്ടക്ട് ചെയ്യും. അതുപോലെ കോളേജസിൽ യൂണിയൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഞാനൊക്കെ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പൊ അവിടെയൊക്കെ യൂണിയൻ കണ്ടക്ട് ചെയ്യുമായിരുന്നു ഇതുപോലുള്ള ഓറിയന്റേഷൻ കാര്യം. അപ്പൊ ഇതിലൂടെയൊക്കെ സ്റ്റുഡൻസ് അറിഞ്ഞു വരുവാണ്, ഈ ഒരു എക്സാമിന്റെ ധാരാളം ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് അറിഞ്ഞു വരികയാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ.
ഡൗട്ട് ഇല്ലല്ലോ. നെറ്റ് JRF നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ PGക്ക് ശേഷം PhD ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 5 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് മന്ത്ലി സ്റ്റൈഫൻ 40,000 rupees to 50,000 rupees നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും for 5 years. ക്ലിയർ ആണല്ലോ രണ്ടാമത്തെ ബെനിഫിറ്റ് അല്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഇവിടെ ഡിഫറെന്റ് സബ്ജക്റ്റുള്ള ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പം ഓരോന്നായിട്ട് ഓരോ സബ്ജക്ട് വൈസ് എനിക്ക് പറയാൻ സാധിക്കില്ല. കോമൺ ആയിട്ട് വരുന്ന വേക്കൻസീസ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് ധാരാളം നെറ്റ് ഹോൾഡേഴ്സിന് ധാരാളം ഗവൺമെന്റ് വേക്കൻസീസ് വരാറുണ്ട്. ഈ NTPC പോലെയുള്ള ബോഡി ഉണ്ടല്ലോ, NTPC പോലെയുള്ള ബോഡി ഗവൺമെന്റ് ബോഡീസിലും ഒക്കെ ധാരാളം ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക്, അതായത് ഗവൺമെന്റ് എക്സാംസിലൂടെ നമുക്ക് നെറ്റ് ക്ലിയർ ചെയ്തവർക്ക് മാത്രം എഴുതാനായിട്ട് സാധിക്കുന്ന ധാരാളം ഗവൺമെന്റ് എക്സാമുകളുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ ഗവൺമെന്റ് വേക്കൻസീസും ഉണ്ട്. അത് കുറെ പേർക്കൊന്നും അറിയില്ല. അപ്പൊ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എക്സാം പ്രിപ്പയർ ചെയ്യുക, അത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇപ്പം PSCയുടെ പോർട്ടലിലാണെങ്കിലും നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ആണെന്ന് എഴുതി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം അതുപോലെ ലൈഫ് സയൻസ് കുട്ടികൾ, ബയോളജി മറ്റേ സുവോളജി ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരുപാട് ലാബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഗവൺമെന്റിൽ തന്നെയുള്ള അത്തരത്തിലുള്ള ലബോറട്ടറീസിൽ കുറെ വേക്കൻസീസ് നെറ്റ് ഹോൾഡേഴ്സിന് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ധാരാളം സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള വേക്കൻസീസും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ PSC പോർട്ടലിലൊക്കെ നമ്മുടെ യോഗ്യത നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഒരു നെറ്റ് ഹോൾഡറിന് ധാരാളം വേക്കൻസികളിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം അതും കൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ വളരെ പ്രധാനമായിട്ടുള്ള നെക്സ്റ്റ് ഒരു ഫീൽഡ്, അത് വളരെ ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു ഓഫ്ലൈൻ സിസ്റ്റത്തെക്കാട്ടിലും നമുക്ക് ഡബിൾ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ആകും, എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ കോവിഡ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ ഫീൽഡ് കുറച്ചും കൂടെ ഒന്ന് ബൂമായത്. ഓക്കെ. ഇപ്പം ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും എല്ലാ മേജർ കോച്ചിങ് സെന്റേഴ്സിലും, ഇപ്പം നെറ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സെന്റേഴ്സ് ആണെങ്കിലും, സെറ്റ് കോച്ചിങ് ആണെങ്കിലും, CTET, KTET, അങ്ങനെ ഒരുപാട് യോഗ്യതാ പരീക്ഷകൾ ഉണ്ടല്ലോ. നമുക്ക് അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റുകൾ ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ UG ടെസ്റ്റ് ഉണ്ട്, PG ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട് നമ്മുടെ ചുറ്റും. അപ്പൊ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കോച്ചിങ് കൊടുക്കുന്ന സെന്റേഴ്സിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് അവര് എടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നെറ്റ് ഹോൾഡേഴ്സിനെയാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ നെറ്റ് ഹോൾഡേഴ്സിനെ എടുക്കുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ അട്രാക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സാലറി തന്നെയാണ്. ഒരു ടീച്ചർ ഒരു കോളേജിൽ പോയിട്ട് ഒരു ദിവസം പഠിപ്പിച്ചാലാണ് ആ ടീച്ചറിന് പെർ ഡേ സാലറിയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് അവർലി സാലറിയാണ്. അതായത് ഒരു മണിക്കൂറിനാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 850 തൊട്ടിട്ടാണ് നമ്മുടെ ഇവിടെ ടീച്ചേഴ്സിന് സാലറി വരുന്നത്. പെർ അവർ 850 തുടങ്ങി 1200 വാങ്ങിക്കുന്നവരുണ്ട്, 1400 വാങ്ങിക്കുന്നവരുണ്ട്. അതവരുടെ എക്സ്പീരിയൻസ്, ടീച്ചിങ് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് 1800 വരെ വാങ്ങിക്കുന്ന ടീച്ചേഴ്സ് നിലവിൽ ഇവിടെ തന്നെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക, നമുക്ക് 1800 ഒന്നും കൂട്ടണ്ട, 1000 രൂപ ഒരു മണിക്കൂറിൽ മേടിക്കുന്ന ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ ഒരു ക്ലാസ് എടുത്താൽ 1000 ആണ്. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ്. മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ചിലയിടത്ത് അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല, അത് അവരുടെ സ്ട്രിക്ട് റൂൾസ് ഉണ്ടാവും. പക്ഷെ പലരും അത് കണക്കാക്കാണ്ട് നമ്മൾ അറിയില്ലല്ലോ. ഇപ്പൊ ഇവിടുത്തെ ടീച്ചർ വേറെ എവിടെയെങ്കിലും പോയി പഠിപ്പിച്ച് നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിച്ചാൽ പുറത്താക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പൊ ഈ ഓട് നടന്ന് പഠിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ അറ്റ്ലീസ്റ്റ് 20 മണിക്കൂറെ ഒരു മാസം ക്ലാസ് എടുത്തുള്ളെങ്കിലും അവിടുന്ന് ബേസിക് പേയ്മെന്റ് ഒരു 20,000 കിട്ടും. ഇതുപോലെ പല സ്ഥാപനങ്ങൾ, എന്റെയൊക്കെ നമ്മൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ നിൽക്കുന്നത് നമുക്ക് ഒരുപാട് കൊളീഗ്സിനെ അറിയാം ഈ ഫീൽഡിലുള്ള. അപ്പൊ അവര് തന്നെ ഈ പറഞ്ഞ പോലെ ബോണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും, ഞാൻ അങ്ങനെ എത്തിക്സ് ഇല്ലാതെ പഠിപ്പിക്കാനല്ല പറയുന്നത്, പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. ഇന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ധാരാളം സമ്പാദിക്കുന്ന ഒരുപാട് മിടുക്കന്മാരും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് വളരെ ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇപ്പൊ നമ്മൾ നെറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ പോലും വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് പഠിപ്പിക്കാം. ഇതുപോലെ നിങ്ങൾ കാണുന്ന ഒരു സിസ്റ്റം മതി നമുക്കല്ലേ. ഒരു നോട്ട് പാഡും ഒരു പെന്നും ഒരു ലാപ്ടോപ്പും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു നല്ല വൈഫൈ കണക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് പഠിപ്പിക്കാം. ഇപ്പൊ നമുക്ക് ചില ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഇപ്പൊ നമ്മുടെയൊക്കെ ഓഫീസിൽ 2 വീക്സ് കൂടുമ്പോഴത്തേനും 3 days വന്നാൽ മതി, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പല സ്ഥാപനങ്ങൾ അതിന്റെ ആയിട്ടുള്ള റൂൾസ് ഉണ്ടാവും. എന്നാലും നമുക്ക് എന്നുള്ള യാത്രകളും കാര്യങ്ങളും പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ പറയുന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫീൽഡ് യൂസ് ചെയ്യാം. അപ്പം പ്രധാനമായിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് മാത്രമാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബെനിഫിറ്റ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ഈ ക്ലാസ് മുഴുവൻ. അപ്പം
പ്രധാനമായിട്ടുള്ള നെറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ നെറ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിനെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യണം. അത് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ബെനിഫിറ്റ്സ് നിങ്ങളോട് ഞാൻ ആദ്യം പറയാൻ കാരണം എന്നാലാണ് നമുക്ക് ഈ എക്സാമിന് പഠിക്കാനായിട്ട് തോന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാത്ത കാര്യം മനുഷ്യന്മാർ ചെയ്യില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു സൈക്കോളജി. സോ എന്റെ പേര് ഭാഗ്യ, ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റോടെയാണ് അതർ ദാൻ ടീച്ചർ. ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല നിലവിൽ, എന്നിരുന്നാലും നമുക്ക് പഠിച്ചൊന്നും മറക്കാൻ പറ്റില്ല. 5 years ഞാൻ സൈക്കോളജി പഠിച്ചാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കുട്ടികളെ ഞാൻ അവരെ പഠിപ്പിക്കുന്ന സമയത്തും സൈക്കോളജിക്കലി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കിപ്പം ചിലപ്പം പഠിക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു ഇൻകൺസിസ്റ്റൻസി ഫീൽ ചെയ്യാം, നമുക്ക് ചിലപ്പം പഠിക്കാണ്ടിരിക്കാൻ തോന്നാം, ഡ്രോപ്പ് ചെയ്യാൻ തോന്നാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ +1 +2 അല്ല പഠിക്കുന്നത്. നമ്മൾ വളരെ എന്താ പറയുന്നത്, നമ്മുടെ അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനിലാണ് എത്തി നിൽക്കുന്നത്. നമുക്ക് ഇനി എങ്ങോട്ടും പഠിച്ചു പോകാനില്ല. ഇനി നമുക്കൊന്ന് ജീവിതം, നമ്മുടെ ലൈഫൊക്കെ ഒന്ന് സെറ്റിൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി എയിം. സോ അതിന് നമുക്കൊരു ജോബ് വേണം, ആൻഡ് ജോലിക്ക് ആണ് ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഏതൊക്കെ റെസ്പെക്റ്റീവ് എക്സാംസ് ആണോ ക്വാളിഫൈ ചെയ്യേണ്ടത് നമ്മുടെ സബ്ജക്ട്, അത് ക്വാളിഫൈ ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ ഭാവിക്ക് ഏറ്റവും നല്ലത്. സോ ഈ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്കൊന്ന് ഒരു പെരിഫറലി ഒന്ന് മനസ്സിലായല്ലോ, എന്തൊക്കെയാണ് നെറ്റ്, എന്താണ് നെറ്റ്, അല്ലെങ്കിൽ എന്തിനാണ് എഴുതുന്നതൊക്കെ ഒന്ന് മനസ്സിലായല്ലോ. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി എക്സാമിന്റെ പാറ്റേണിലോട്ട് വരുമ്പോഴത്തേക്കും, ഇപ്പൊ നിങ്ങൾ ഇതില് PG ഫസ്റ്റ് ഇയേഴ്സ്, ഇപ്പൊ PGയിലേക്ക് ജോയിൻ ചെയ്ത് കുട്ടികൾ ഒന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഗൂഗിൾ മീറ്റില് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കൗണ്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അല്ലാണ്ട് മെസ്സേജ് കൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. മെജോറിറ്റി അല്ലെ, ഭൂരിഭാഗം ആളുകളും PG ഫസ്റ്റ് ഇയേഴ്സ് ആണ്. 93 അത്രയല്ലല്ലോ, അതിൽ കൂടുതൽ വരേണ്ടതാണ്. 98. എല്ലാവരും ഒന്ന് റൈസ് ചെയ്തേ. PG ഫസ്റ്റ് ഇയേഴ്സ് ഇപ്പൊ ജസ്റ്റ് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് ഭൂരിഭാഗവും നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട്, അതായത് PGയോടൊപ്പം തന്നെ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്ന ആ സബ്ജക്ട് തന്നെയാണ് നിങ്ങളുടെ സിലബസ് ആയിട്ട് വരുന്നത്. അപ്പം അതിന്റെ കൂടെ ഒരു പാരലി നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് PGയുടെ നിങ്ങളുടെ സെമസ്റ്റർ ക്ലാസ്സസിനും നിങ്ങൾക്ക് യൂസ് ആകും. ഈ സെമ്മിന് നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾക്ക് നെറ്റിനും യൂസ് ആകും, നെറ്റിന് പഠിക്കുന്നത് നിങ്ങൾക്ക് സെമ്മിനും യൂസ് ആകും. അപ്പൊ ഇതുകൊണ്ടാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആക്ച്വലി PG പഠിക്കുന്ന സമയത്താണ്. ചിലര് പറയാറുണ്ട് PG ഒക്കെ കഴിയട്ടെ പതുക്കെ സമാധാനത്തെ എഴുതിയെടുക്കാന്ന് പറയാറുണ്ട്. പക്ഷെ അത് വലിയൊരു കാര്യമല്ല, അത് വലിയൊരു നല്ല ഒരു ഡിസിഷൻ അല്ല ഒരിക്കലും. അങ്ങനെ സമാധാനം തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരു സമാധാനക്കേടും ഇല്ല. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ PGയോടൊപ്പം തന്നെ പഠിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ PG ഫസ്റ്റ് ഇയേഴ്സിനെ സംബന്ധിച്ചോളം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു 1 year പ്രിപ്പറേഷൻ നിങ്ങൾ നെറ്റിൽ എടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്, ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. അപ്പം ഈസി ആയിട്ട് എന്തെങ്കിലും പോയി വായിച്ചിട്ട് പോയി എഴുതുന്ന പരീക്ഷയല്ല നെറ്റ്. ഓക്കെ, ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷൻ ആണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു 1 year പ്രിപ്പറേഷൻ. ഇപ്പൊ ഈ നവംബറിലേക്കുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേ വേണ്ട. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ഇയേഴ്സിനാണ് കേട്ടോ പറയുന്നത് സൂര്യ. ഇപ്പം സെക്കൻഡ് ഇയറിലൊക്കെ ആണ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വരുന്ന എക്സാം അപ്പിയർ ചെയ്യാം, ഇനി വരാൻ പോകുന്ന ഡിസംബർ എക്സാം അപ്പിയർ ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ഇയേഴ്സിനെ സംബന്ധിച്ചോളം ഹറിബറി കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പെട്ടെന്ന് പോയിട്ട് എക്സാം എഴുതണം, അങ്ങനെയല്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഒരു വട്ടം പരീക്ഷ എഴുതുക, അപ്പൊ തന്നെ ക്വാളിഫൈ ചെയ്യുക. ആക്ച്വലി നെറ്റ് എന്ന് പറയുന്നത് നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ശരിക്കും ആ റൂൾ എടുത്ത് കളയണം. അതുകൊണ്ട് തന്നെ പിള്ളേർ എന്തെടുക്കുന്നറിയോ, എപ്പോഴും അപ്ലൈ ചെയ്യും. അതായത് എപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലും അപ്ലൈ ചെയ്യും, വെറുതെ പോയി എഴുതി നോക്കും. അങ്ങനെ വെറുതെ പോകുന്നതിൽ പോയിന്റ് ഇല്ല, വെറുതെ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വെറുതെ പോയി കറക്കി കുത്തിയാൽ കിട്ടുന്ന പരീക്ഷയല്ല നെറ്റ്. കൃത്യമായിട്ടുള്ളൊരു സിലബസ് ഉണ്ട്, അതിന് പഠിക്കേണ്ട കൃത്യമായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയിലൂടെയും ആ സിലബസ് അനുസരിച്ചും പഠിച്ചാലേ നെറ്റ് ക്ലിയർ ആവുള്ളൂ. അതിന് പ്രോപ്പർ ആയിട്ടൊരു പ്രിപ്പറേഷൻ എടുക്കണം. അത് PG ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് 1 year പ്രിപ്പറേഷൻ നിങ്ങൾ അതിന് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സ്ലോ ആൻഡ് സ്റ്റഡി മതി, എന്നാലും നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക്സും നോക്കണം, ഇതും നോക്കണം. നെഗറ്റീവ് മാർക്കിംഗ് നിലവിൽ അത് നെറ്റിൽ 2 വിഭാഗമുണ്ട്, UGC CSIR 2 വിഭാഗമുണ്ട്. അന്നേരം ഞാൻ നെഗറ്റീവ് മാർക്കിന്റെ കാര്യം പറയാം. UGCക്ക് ഇല്ല, CSIR-നുണ്ട്. ഓക്കെ, അതിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഈ എക്സാമിന്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് എക്സാം ആണ്. എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ സെമസ്റ്റർ എക്സാമുകളൊക്കെ എഴുതില്ലേ, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 10 മാർക്കിന് എസ്സേ എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ വായിക്കണം. അത് വായിച്ച് നിങ്ങൾ എസ്സേ എഴുതും. എസ്സേ എഴുതുന്ന സമയത്ത് ഒരുപാട് ഒരു 10-20 പേജൊക്കെ നമ്മൾ എസ്സേ കൊടുക്കണ്ടേ. ഇതിനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് എക്സാം. അപ്പൊ ഒബ്ജക്റ്റീവ് ലെവൽ എക്സാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും,
ഒരു ക്വസ്റ്റ്യൻ കാണും, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് 4 ഓപ്ഷൻസ് കാണും. ആ 4 ഓപ്ഷൻസിൽ നമ്മുടെ മുന്നിൽ എന്തുണ്ടായിരിക്കും? ഒരു റൈറ്റ് ആൻസർ ഉണ്ടായിരിക്കും, അല്ലെ? ആ റൈറ്റ് ആൻസർ ഏതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? വി നീഡ് ടു റെക്കഗ്നൈസ്. ഓക്കെ, അപ്പം നമ്മളുടെ ബ്രെയിൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് റെക്കഗ്നിഷനും റീകോളും. കേൾക്കുമ്പം ഒരുപോലെയുള്ള വാക്കുകളാണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ പ്രോസസ്സ്, നമ്മുടെ ബ്രെയിൻ ഇത് പ്രോസസ്സ് ചെയ്യുന്ന രീതി വേറെയാണ്. റീകോൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പൂർണ്ണമായിട്ടും ആലോചിച്ചെടുക്കുന്നതിനാണ്. റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നതിൽ നിന്നും റൈറ്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ മുന്നിലുണ്ട്, ആൻസർ ഓൾറെഡി നമ്മുടെ മുന്നിലുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏതാണ് റൈറ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് ചൂസ് ചെയ്യണം. അപ്പൊ ഇത്തരത്തിൽ ഒബ്ജക്റ്റീവ് ലെവൽ എക്സാമിനേഷന് പഠിക്കുന്ന സമയത്ത് ഒരു റൈറ്റ് ആൻസർ നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഇവിടെ ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് സ്മാർട്ട് വർക്ക്. ഓക്കെ, ഹാർഡ് വർക്ക്, അതായത് ഈ നോട്ടെല്ലാം അരിച്ചു കടിച്ച് പഠിച്ചാലല്ല നെറ്റ് കിട്ടുക. നെറ്റിന് പഠിക്കേണ്ട രീതിയെ വേറെയാണ്. നിങ്ങൾ ഒരുപാട് വായിച്ച് നോട്ടുകളൊക്കെ അരിച്ച് ഗുണിച്ച് പഠിച്ച് അങ്ങനെ എഴുതിയെടുക്കേണ്ട ഒരു പരീക്ഷയല്ല നെറ്റ്. നെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 40% നിങ്ങൾക്ക് ഒരു ടൈപ്പ് ഓഫ് സിലബസ് കവറേജ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ 60% നിങ്ങൾ പ്രാക്ടീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ പല കുട്ടികളും ചെയ്യുന്ന ഒരു ബിഗസ്റ്റ് മിസ്റ്റേക്ക്, അവർ എവിടെന്നെങ്കിലും ഒരു നെറ്റ് പഠിക്കേണ്ട ഒരു ബുക്ക് സ്റ്റോളുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ബുക്ക് വാങ്ങിക്കും. ബുക്ക് എന്ന് പറയുന്നത് അത് അതിലും രസമാണ്, കാരണം നിങ്ങളെക്കാളും വലിയ ബുക്കായിരിക്കും വരുന്ന ബുക്ക്. അപ്പൊ ഈ ബുക്ക് എന്ന് പഠിച്ചു തീരാനാണ്, അത് എവിടെ എത്തില്ല. അത്രയ്ക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വാരി വലിച്ച് മറ്റേ പണ്ടത്തെ ഹിസ്റ്ററി സോഷ്യോളജി ടെക്സ്റ്റ് ബുക്ക് പോലെയൊക്കെയാണ് ഈ ബുക്കുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള ബൾക്കി മെറ്റീരിയൽസ് വെച്ചിട്ട് അവിടെ ഇവിടെ പഠിച്ചു പോയി എഴുതേണ്ട പരീക്ഷയല്ല നെറ്റ്. മറിച്ച് അത് പഠിക്കുന്നതിനൊരു രീതിയുണ്ട്. ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ചിലര് വളരെ നിസ്സാരമായിട്ട് ചില കുട്ടികൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ എഴുതിയെടുക്കാറുണ്ട് നെറ്റ്. അവര് വലിയ പഠിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല, വലിയ എന്താ പറയുന്നത് ഔട്ട്സ്റ്റാൻഡേഴ്സ് ഒന്നും ആയിരിക്കില്ല. ആവറേജ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ബിലോ ആവറേജ് നിൽക്കുന്ന കുട്ടികൾ നെറ്റ് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാറുണ്ട്. പക്ഷെ ചില ഇതിൽ നിൽക്കുന്ന കുട്ടികൾ കുറച്ച് പാടാണ്. കാരണം അവരുടെ മെത്തേഡ്, അവർ പഠിക്കുന്നത് ചിലപ്പോൾ കൂടുതൽ മണിക്കൂർ മറ്റേ കുട്ടികളായിരിക്കും പഠിപ്പികളായിരിക്കും പഠിക്കുക. പക്ഷെ അപ്പോഴും അവർക്ക് കിട്ടാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ റോങ് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സിലബസിലുള്ള ഇപ്പൊ 10 യൂണിറ്റ് ഉണ്ട്, 10 യൂണിറ്റും അരച്ച് ഗണിച്ച് കുടിച്ച് നിങ്ങൾ പോയിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഇതിന്റെ പഠന രീതിയിൽ വരേണ്ട വ്യത്യാസങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലോട്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് എക്സാമിന് പഠിക്കേണ്ടത്, എന്താണ്, എന്ത് നോട്ട്സ് ആണ് പഠിക്കേണ്ടത്, ഒക്കെ നമുക്ക് അതിലോട്ടൊക്കെ വരാം. അതിന് മുൻപായിട്ട് 2 ടൈപ്പാണ് നമുക്ക് നെറ്റ് വരുന്നത്. UGC നെറ്റും ഉണ്ട്, CSIR നെറ്റും ഉണ്ട്. തമ്മിലുള്ള ഡിഫറൻസ് അറിയാമോ? UGC നെറ്റും ഉണ്ട്, CSIR നെറ്റും ഉണ്ട്. CSIR നെറ്റ് എന്ന് പറയുമ്പോൾ ചില സബ്ജക്റ്റുകാർ എഴുതുന്ന പരീക്ഷയുടെ പേര് CSIR നെറ്റ് എന്നാണ്. ബാക്കിയുള്ള, അതായത് ഓരോ സബ്ജക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ സബ്ജക്ട്, സപ്പോസ് നിങ്ങളുടെ സബ്ജക്ട് കെമിസ്ട്രി ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങളുടെ സബ്ജക്ട് ഫിസിക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ സബ്ജക്ട് മാത്സ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സബ്ജക്ട് ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ഫിഷറീസ്, ഇവരെല്ലാവരും ലൈഫ് സയൻസ് എഴുതാറുണ്ട്. ചില എൻവയോൺമെന്റൽ സയൻസുകാർ ലൈഫ് സയൻസ് എഴുതാറുണ്ട്, അല്ലെങ്കിൽ മറ്റേ എൻവയോൺമെന്റൽ സയൻസ് UGC നെറ്റിന് അണ്ടറിലാണ് വരുന്നത്, അത് എഴുതാറുണ്ട്. ഓക്കെ, അപ്പം ലൈഫ് സയൻസ്, പിന്നെ എർത്ത് സയൻസ് അല്ലെങ്കിൽ ജിയോളജി, ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങളുടെ PG എടുക്കുന്ന നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷയുടെ പേര് CSIR നെറ്റ് എന്നാണ്. 2 നെറ്റ് എക്സാം തന്നെയാണ്, 2 വിങ് ആണ് നടത്തുന്നത് കേട്ടോ. 2 വിങ് ആണ് നടത്തുന്നത്. ഇന്ത്യയുടെ തന്നെ CSIR നെറ്റ് എന്ന് പറയുന്ന ഒരു വിങ് ആണ് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ലൈഫ് സയൻസ്, എർത്ത് സയൻസിന് ഉള്ള എക്സാം നടത്തുന്നത്. അപ്പൊ അവരുടെ പാറ്റേണും കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. CSIR നെറ്റുകാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം തെറ്റിപ്പോയാൽ മാർക്ക് നെഗറ്റീവ് ആയിട്ട് പോകും. UGC നെറ്റ് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും, സൈക്കോളജി, സോഷ്യോളജി, ലാംഗ്വേജസ്, മറ്റേ എന്താണ് പോപ്പുലേഷൻ സ്റ്റഡീസ്, ബാക്കിയുള്ള എല്ലാം, സാൻസ്ക്രിറ്റ്, ഉറുദു, എല്ലാ സബ്ജക്ട്സും വരുന്നത് എവിടെയാണ്? UGC നെറ്റിന്റെ അണ്ടറിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സബ്ജക്ട് സ്റ്റാറ്റിക്കാർക്ക് പോപ്പുലേഷൻ സ്റ്റഡീസ് ആണ് എഴുതാൻ പറ്റുന്നത് കേട്ടോ. അപ്പം ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും വരണത് എവിടെയാണ്? നമ്മളുടെ UGC നെറ്റിന്റെ അണ്ടറിലാണ്. കോമേഴ്സും എല്ലാം, ബാക്കിയുള്ള എല്ലാം എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും കേട്ടോ. അപ്പം ഏതൊക്കെയാ CSIR വരുന്നത്? കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ലൈഫ് സയൻസ്, എർത്ത് സയൻസ് അല്ലെങ്കിൽ ജിയോളജി. CSIR നെറ്റിലോട്ട് പോകുമ്പോഴത്തേനും ഇപ്പുറത്തേക്ക് UGC നെറ്റിലോട്ട് വരുമ്പോഴത്തേനും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും UGC നെറ്റ് ആണല്ലോ. അതില് കമ്പ്യൂട്ടർ സയൻസും സ്റ്റാറ്റിയും ഹിസ്റ്ററിയും MCOM-ഉം ജേർണലിസവും
അല്ലെ? എല്ലാം വരും, മാനേജ്മെന്റും എല്ലാം വരും, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകാരും ജോഗ്രഫിയും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ UGC നെറ്റ് ആണ്. സി, ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ? മലയാളം തന്നെയല്ലേ പറയണത്? കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ലൈഫ് സയൻസ്, എർത്ത് സയൻസ്, ഈ 5 സബ്ജക്റ്റുകാർക്ക് എഴുതേണ്ട എക്സാമിന്റെ പേര് CSIR നെറ്റ്. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകാരും, ഓക്കെ, അതിൽ എല്ലാവരും പെടും. നിങ്ങൾ ഓരോന്നെടുത്തെടുത്ത് ചോദിച്ചാൽ ഇവിടെ ഇപ്പൊ 235 സബ്ജക്റ്റുകാരുണ്ട്. ഈ 235 സബ്ജക്റ്റുകാരുടെ സബ്ജക്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് റിമൈനിങ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റിമൈനിങ് സബ്ജക്ട് ഫുൾ എഴുതുന്ന എക്സാമിന്റെ പേരെന്താണ്? ഫുഡ് സയൻസ് പിന്നെ റിമൈനിങ് സബ്ജക്റ്റ് അല്ലേ വരിക? എല്ലാതും എവിടെയാ വരുന്നത്? ഫുഡ് ടെക്നോളജി എന്നാണ് പറയുന്നത് കേട്ടോ. ഫുഡ് ടെക്നോളജി ആണ് പറയുന്നത്. അപ്പൊ അതെല്ലാം എന്താണ്? UGC നെറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. ചില ഫുഡ് ടെക്നോളജിക്കാർക്ക് ലൈഫ് സയൻസ് എഴുതുന്ന കുട്ടികളുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം, പക്ഷെ CSIR-നെക്കാളും കുറച്ചും കൂടി എളുപ്പം UGC നെറ്റ് ആണ്. നമുക്ക് കുറച്ചും കൂടി സിലബസ് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം UGC നെറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത കൊമേഴ്സ് വരുന്നു. ഇവിടെ കൊമേഴ്സ് ഒക്കെ UGC നെറ്റ് ആണ് കേട്ടോ. UGC നെറ്റ് ആണ്. ഓക്കെ, എല്ലാം പറയാം. CSIR-കാരുടെ മാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം പറയാം. ഫസ്റ്റ് നമുക്ക് UGC നെറ്റിന്റെ കാര്യം പറയാം. നമുക്ക് 2 കൂട്ടരെയും പരിഗണിക്കണമല്ലോ, വെറുതെ വിടാൻ പറ്റില്ല. അപ്പം വളരെ പ്രധാനമായിട്ടും നിങ്ങൾ മറ്റേ കുട്ടികളാണെങ്കിലും കേട്ടിരിക്കുക കേട്ടോ. നിങ്ങൾ CSIR-കാരും കേട്ടിരിക്കുക. UGC നെറ്റ് പറയുന്നതിന് പോയിന്റ്സും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. UGC നെറ്റിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 10, 30, 32 സബ്ജക്ട് വരുന്ന ഇത്രയും സബ്ജക്ട്സ് UGC നെറ്റിന് അണ്ടറിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് വരുമ്പോഴത്തേനും 2 പേപ്പറാണ് എക്സാമിന് വരുന്നത്. ഒറ്റ പരീക്ഷയാണ്, ഒരു എക്സാം ആണ് കേട്ടോ. ഒരു എക്സാം ആണ്. അതിൽ 2 പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2. ഓക്കെ, പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ജനറൽ പേപ്പർ. നമ്മുടെ നെറ്റ് നമുക്ക് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നെറ്റ് JRF നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ആക്ച്വലി ഈസി പേപ്പറാണ്, സ്കോറിംഗ് പേപ്പറാണ്. പക്ഷെ കുട്ടികൾ ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേപ്പറിന്റെ പേര് ജനറൽ പേപ്പർ എന്നായതുകൊണ്ട് നമുക്കൊരു മുൻവിധിയാണ്. നമ്മൾ വിചാരിക്കുമോ ജനറൽ പേപ്പർ, അപ്പൊ അതിൽ ജനറൽ നോളജ് ആയിരിക്കോ, അതിൽ മാത്സ് ആയിരിക്കോ, അതിൽ GK ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് പണ്ടേ മാത്സും GK ഒന്നും പറ്റില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ജനറൽ പേപ്പർ പഠിക്കുന്നില്ല. ഞാൻ സബ്ജക്ട് പേപ്പറിൽ ഓവർ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ അതിൽ ഫുൾ വാങ്ങിച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, ഞാൻ പറഞ്ഞ ഡയലോഗല്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ശരിക്കുമുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജനറൽ പേപ്പറിന് നമുക്ക് 100 മാർക്കാണ് UGC നെറ്റുകാർക്ക്. എത്ര മാർക്കാ? 100 മാർക്ക്. സബ്ജക്ട് പേപ്പർ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളുടെ സ്വന്തം സബ്ജക്റ്റ് ആണ്. കൊമേഴ്സ് ആണ് കൊമേഴ്സ്, സൈക്കോളജി ആണ് സൈക്കോളജി, സോഷ്യോളജി ആണ് സോഷ്യോളജി, ജേർണലിസം ആണ് ജേർണലിസം, ഹിന്ദി ആണ് ഹിന്ദി. ഏതാണോ നിങ്ങളുടെ PG സബ്ജക്ട് അതാണ് നിങ്ങളുടെ പേപ്പർ 2 സബ്ജക്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പൊ സബ്ജക്ട് പേപ്പറിന്, പേപ്പർ 2 ആയിട്ടുള്ള സബ്ജക്ട് പേപ്പറിന് 200 മാർക്കാണ്, 200 മാർക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ, കുട്ടികൾ നോക്കുമ്പോൾ ശരിയാണ്, 200 മാർക്ക് സബ്ജക്ട് പേപ്പറിനാണ്. പേപ്പർ 1 അതിന്റെ പകുതിയെ വരുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും എക്സാം ടോട്ടൽ 300-ലാണല്ലോ വരുന്നത്. ശ്രദ്ധിച്ച് കേട്ടാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ടോട്ടൽ വരുന്നത് 300-ലാണ്. 300 ഏകദേശം ഒരു 190, 210 വാങ്ങിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മിക്ക സബ്ജക്ട്സിനും അത് നെറ്റ് JRF-ന്റെ ഒക്കെ കട്ട് ഓഫിൽ വരുന്ന മാർക്കാണ്. അത്രയും മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നെറ്റ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് സബ്ജക്ട് പേപ്പർ എന്തായാലും നമ്മൾ ഡിഗ്രിയും PG ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിൽ എന്തായാലും എനിക്ക് ശോഭിക്കാൻ പറ്റും. ജനറൽ പേപ്പർ വെറുതെ പഠിച്ച് സമയം കളയണ്ട, അങ്ങനെ ഒരു മെന്റാലിറ്റി കുട്ടികൾക്കുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പേപ്പർ 2 ആണ് ഡിഫിക്കൽട്ട് പേപ്പർ. അഫ്കോഴ്സ് പേപ്പർ 2 ആണ് ഡിഫിക്കൽട്ട് പേപ്പർ. അതെല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും. പേപ്പർ 1 ഈസി പേപ്പർ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഈസി ആയിരിക്കും. എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അവിടെ തന്നെ പോയി നിങ്ങളുടെ മാർക്ക്, അവിടെ തന്നെ നിങ്ങളുടെ കട്ട് ഓഫ് ഒരുപാട് താഴെ പോയി. 100-ല് 90-ന് മുകളിൽ ടാർഗറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ. കാരണം ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് 10 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. ആ 10 യൂണിറ്റ് വളരെ നിസ്സാരമായിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടീച്ചിങ് എന്താണ്, സ്റ്റുഡൻസ് എന്താണ്, ടൈപ്പ് ഓഫ് ടീച്ചിങ്, ലേണിംഗ് മെത്തേഡ്സ്, ലേണിംഗ് തിയറീസ്, ഇവാലുവേഷൻ സിസ്റ്റം, അതൊക്കെ നമുക്ക് ആവശ്യമുള്ള, നിങ്ങൾ ഭാവിയിൽ ടീച്ചറായി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ അറിയണ്ടേ. എഡ്യൂക്കേഷണൽ ബോഡീസ്, ഇതൊക്കെ നമ്മൾ അറിയണം. അപ്പൊ അതാണ് ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റ് വരുമ്പോൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നിങ്ങൾ PhD ചെയ്യാൻ പോവാണ്, റിസർച്ച് എന്താണ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ച്, വാലിഡിറ്റി, റിലയബിലിറ്റി, ഒബ്ജക്ടിവിറ്റി, സബ്ജക്ടിവിറ്റി, എത്തിക്സ്, റിസർച്ച് എത്തിക്സ്, ഇതൊക്കെ നിങ്ങൾ
അറിഞ്ഞിരിക്കണം. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള 10 യൂണിറ്റുകൾ മാത്രമേ നമ്മൾ ഇതിൽ പഠിക്കുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആരാണ്, പ്രധാനമന്ത്രി ആരാണ്, ഏറ്റവും വലിയ നദി ഏതാണ്, ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അല്ല നമുക്ക് ജനറൽ പേപ്പറിൽ വരുന്നത്. പഠിച്ചാൽ ഇതുപോലെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ വേറെ ഇല്ല. UGC-കാരുടെ ഒരു തുറുപ്പ് ചീട്ടാണ് പേപ്പർ 1. നെറ്റ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ വൃത്തിയായിട്ട് പേപ്പർ 1 പഠിച്ചോളുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മാർക്ക് ഷോർട്ട് ആയിട്ട് കിട്ടും. പേപ്പർ 2 വരുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം നമ്മളത് പ്രിപ്പയർ ചെയ്യുക. പേപ്പർ 2 എപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് ഒരിക്കലും 200-ൽ ഞാൻ പറയാറില്ല 190 നിങ്ങൾക്ക് കിട്ടും കേട്ടോ, ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അത് പോസിബിൾ ആയിട്ടുള്ള ഒരു മാർഗേ അല്ല. ഒരു മാക്സിമം ഒരു 130, 140 റേഞ്ചിലൊക്കെ സ്റ്റുഡൻസ് മേടിക്കാൻ, അത്ര സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് മേടിക്കാനായിട്ട് പറ്റാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്, അല്ലെ? രണ്ടും കൂടെ കൂട്ടിയിട്ടാണ്. ഇപ്പൊ ഒരു 80 മാർക്ക് നിങ്ങൾക്ക് പേപ്പർ 1 വാങ്ങിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഏകദേശം നെറ്റ് ക്ലിയർ ചെയ്യാൻ പോകുവാണ് എന്നുള്ളതാണ്. 80 മാർക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് പേപ്പർ 1 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 130, 120 മാർക്ക് ഉണ്ടെങ്കിൽ പോലും സുഖമായിട്ട് മിക്ക സബ്ജക്റ്റിനും 130 ഒന്നും വേണ്ടി വരില്ല നെറ്റിന്. ഇനിയിപ്പോ JRF-ലേക്കാണെങ്കിൽ പോലും ഓരോ സബ്ജക്ട് വൈസ് ആണ്, ആ വർഷത്തെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് കട്ട് ഓഫ് വരുന്നത്. ഞാനൊരു ആവറേജ് ആണ് പറയുന്നത്. അപ്പം എല്ലാത്തിന്റെയും കൂടെ ഒരു ആവറേജ് ആയിട്ടാണ് ഒരു 120, 130 മാർക്കൊക്കെ നമ്മൾ പേപ്പർ 2-ൽ അത് നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മുടെ സ്വന്തം സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു 200, 190 എബോവിലോട്ടുള്ള സ്കൂളിലോട്ടൊന്നും നമുക്ക് പോകാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. രണ്ട് പേപ്പറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം UGC നെറ്റുകാർ പഠിക്കാൻ. മനസ്സിലായോ? പേപ്പർ 1-ന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ UGC നെറ്റുകാർക്ക്? മനസ്സിലായോ? ഒറ്റ സെക്കൻഡ് കേട്ടോ, എനിക്കൊരു കോള് വരുന്നു. ഒരു ഒറ്റ സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പം UGC നെറ്റുകാർക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പേപ്പർ 1 പഠിക്കണം കേട്ടോ. പേപ്പർ 1 പ്രോപ്പർ ആയിട്ട് നമുക്ക് ക്ലാസ്സും വേണം. കാരണം എടാ പാസ് മാർക്ക് ഒന്നും അല്ല അൻഷൽ കേട്ടോ. ഇതിൽ പാസ് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു മാർഗല്ല. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇത്ര ശതമാനം ആളുകൾക്ക് കിട്ടുന്ന എക്സാം ആണ്, കിട്ടുന്നതാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ടോപ്പിലേക്ക് നമുക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പേപ്പർ 1-ലോട്ട് വരുമ്പോൾ ഞാൻ നോട്ട്സ് കാണിച്ചു തരാം. പേപ്പർ 1-ന്റെ നോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പം അതിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇപ്പൊ ഫസ്റ്റ് പേപ്പറിന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ക്ലാസ്സസ് കാണണം. ക്ലാസ്സസ് കണ്ടിപ്പോ ഞാൻ കുട്ടികളോട് പറയാൻ പോകുന്നത്, ഇപ്പം ഇവിടെ PGക്കാർക്ക് മാത്രമായിട്ടുള്ള സെപ്പറേറ്റ് ബാച്ച് ഉണ്ട്. ഇവർക്ക് ഓൾറെഡി ഇവിടുന്ന് നോട്ട്സ് കൊടുക്കും, വീട്ടിലേക്ക് നോട്ട്, റിവിഷൻ നോട്ടൊക്കെ അയച്ചു കൊടുക്കും. അത് കൂടാതെ നമ്മൾ ഇവിടുന്ന് എല്ലാ സെറ്റ് നോട്ടും, അതും നമുക്ക് ഈ വാരി വലിച്ചെഴുതുന്ന നോട്ടല്ല, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പോയിന്റ് വൈസ് നോട്ട്, ഇഷ്ടം പോലെ സെറ്റ് നോട്ട്, യൂണിറ്റ് വൈസ് നോട്ട്, റിവിഷൻ നോട്ട്, ക്യാപ്സ്യൂൾ നോട്ട്, ഇങ്ങനെ തരത്തിലുള്ള പല ടൈപ്പ് നോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഉപരി അവരെ കൊണ്ട് നിർബന്ധമായിട്ടും ഒരു ബുക്ക് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ബാച്ചിനാണെങ്കിലും ഒരു ബുക്ക്. എന്തിനാ ഈ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെറുതെ ഇവിടെ ഇരുന്നിട്ട് ഇവരുന്ന ഒരു ബുക്ക് വാങ്ങിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ കൊണ്ട് പൈസ കളയിക്കാൻ വാങ്ങിക്കുന്നതല്ല. കാരണം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ്സസ് ആണ്, ഞാൻ ഫുള്ള് ഇതെല്ലാം ഞാൻ എടുത്ത ക്ലാസ്സസിന്റെ ആണ്, ഈ നോട്ട് പാഡിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോൺസെപ്റ്റും ഞാൻ PPT വെച്ചിട്ടോ PDF വെച്ചിട്ടോ പേപ്പർ 1 ക്ലാസ് എടുക്കില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മളെല്ലാം കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ്, ഹയസ്റ്റ് ഇമ്പോർട്ടന്റ് എല്ലാ ടോപ്പിക്കും എടുക്കും. അത് സാവധാനം പറഞ്ഞ് ആ പറഞ്ഞതിന്റെ കൂടെ തന്നെ നിങ്ങളെ കൊണ്ട് ലെക്ചർ നോട്ട്സ് എഴുതിപ്പിക്കും. അപ്പൊ ഞാൻ എഴുതിയാൽ നിങ്ങൾക്കും എഴുതാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുത്തിയിരുന്ന് എഴുതുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ്സിനോടൊപ്പം തന്നെ ഇതിപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എടുക്കുന്ന നോട്ട്സ് ആണ്. നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴത്തേനും അത് വീണ്ടും ഹൈലൈറ്റേഴ്സ് വെച്ചിട്ട് ഞാനത് റിവൈസ് ചെയ്ത് കാണിക്കും. ഓരോ പോയിന്റ്സും എഴുതി അതിന്റെ കൂടെ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതെല്ലാം ഇതേപോലെ തന്നെ എഴുതിക്കും അവരെ കൊണ്ട്. കാരണം നമുക്ക് എവിടെ നിന്നൊക്കെ ഇപ്പൊ ഒരു കോച്ചിങ് സെന്ററെ സംബന്ധിച്ചുള്ള അവരുണ്ടാക്കുന്ന നോട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് വളരെ ഇതാണ് അല്ലെ. അവർ പറയുമ്പോഴത്തേനും ഞങ്ങളുടെ നോട്ട് മാത്രം പഠിച്ചാൽ മതി. അത് തന്നെയാണ് ഞാനും പറയുന്നത്. നമ്മുടെ നോട്ടിന് പ്രശ്നമൊന്നുമില്ല, നോട്ട് വളരെ ഗംഭീരമാണ്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകൊണ്ട് ഒരു ക്ലാസ് കേട്ട് എഴുതുന്ന നോട്ട് എന്ന് പറയുമ്പം അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആകാൻ പോവുക. പ്രത്യേകിച്ച് പേപ്പർ 1 പോലെയുള്ള ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണ്. ഇപ്പൊ പേപ്പർ 2-ന്റെ കേസിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്, അതിൽ നിങ്ങൾക്ക് ഒരു നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് നോക്കി പഠിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒരു സ്ട്രക്ചേർഡ് നോട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ പേപ്പർ 1 എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമുക്ക് വരുന്നത് അൺഫെമിലിയർ ടോപ്പിക് ആണ്. അപ്പൊ ഈ അൺഫെമിലിയർ ടോപ്പിക് എന്ന് പറയുമ്പം
ആദ്യം നമുക്ക് ആ ടോപ്പിക് ഫെമിലിയാരിറ്റി നേടണം. ഓരോ കോൺസെപ്റ്റും കൃത്യമായിട്ട് പഠിക്കണം, റിവൈസ് ചെയ്യണം. ഇതിന് ശേഷമാണ് വലിയ ഈ മെറ്റീരിയൽസ് പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ, നമ്മളൊരു വീട് പണിയുമ്പോൾ ഫൗണ്ടേഷൻ പ്രോപ്പർ ആണെങ്കിലാണ് മുന്നോട്ട് നല്ല രീതിയിൽ അത് നിലനിൽക്കുള്ളൂ. അതുപോലെ തന്നെയാണ് പേപ്പർ 1ന്റെ കേസും. ഓരോന്നും പ്രോപ്പർ ആയിട്ട് എഴുതിച്ചാണ് ഇവിടുന്ന് ക്ലാസ് കൊടുക്കുന്നത്. ഇത് കൂടാതെ എല്ലാ സെറ്റ് നോട്ടും കൊടുക്കാറുണ്ട്. അപ്പൊ നോട്ട് കൊടുക്കാനുള്ള മടിയായിട്ടില്ല കേട്ടോ, ഇഷ്ടം പോലെ നോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നിർബന്ധമായിട്ടും എല്ലാവരെയും കൊണ്ടും ലെക്ചർ നോട്ട്സ് എഴുതിപ്പിക്കും പേപ്പർ 1ന്റെ കേസിൽ. ഇനി പേപ്പർ 2 വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓൺ സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ഡീസന്റ് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കംപ്ലീറ്റ്ലി റിലേ ചെയ്യാം. ഞാൻ ഡീസന്റ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും ബൾക്കി മെറ്റീരിയൽസിന്റെ പുറകിൽ പോകരുത്. എന്താ ബൾക്കി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും പേജുള്ള വലിയ ബുക്കുകൾ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ സിലബസിലുള്ള കണ്ടന്റ് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പോയിന്റ് വൈസ് നോട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമുക്കത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റണം. ഒരു പുസ്തകം കൊണ്ട് ജീവിതകാലം മൊത്തം ഇരിക്കേണ്ടി വരരുത്. അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചേർഡ് നോട്ട്സ് ആയിരിക്കണം നമ്മളുടെ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലാണ് ഇവിടുന്ന് എല്ലാ സബ്ജക്റ്റിന്റെയും പേപ്പർ 2ന്റെ നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ നോട്ടൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മൾ UGC നെറ്റിന്റെ കേസാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ 2 പേപ്പറാണ് ഉള്ളത്. പേപ്പർ 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല രീതിയിൽ പഠിക്കണം. കമ്മിങ് ടു CSIR നെറ്റ്. CSIR നെറ്റിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു പരീക്ഷ തന്നെയാണ്. 3 പാർട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. 3 പാർട്ട്, അതായത് പാർട്ട് A, B, C എന്ന് 3 പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാർട്ട് A ആണ് ജനറൽ പാർട്ട് എന്ന് പറയുന്നത്. ജനറൽ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട് A ആണ്. പക്ഷെ ഇവിടുത്തെ UGC നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയുന്നത്, അത് ആക്ച്വലി ഒരു നല്ല കാര്യമാണോ ചോദിച്ചാൽ അല്ല. കാരണം വെയിറ്റേജ് കുറവാണ്. 10 മാർക്കേ ഉള്ളൂ നിങ്ങൾക്ക് പാർട്ട് എക്ക്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ 30 മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. ഇപ്പൊ മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എളുപ്പമാണ്, പക്ഷെ 100 വെയിറ്റേജ് കൂടുതലുണ്ട്, അവർക്കത് ബെനിഫിറ്റ് ആണ്. അപ്പൊ നിങ്ങളോട് ഞാൻ ഒരിക്കലും ജനറൽ പേപ്പറിൽ ഓവർ ഫോക്കസ് കൊടുക്കാനൊന്നും പറയില്ല. മറ്റവർ കൊടുക്കുന്നത് പോലെ നിങ്ങൾ അത്ര മരിച്ച് പേപ്പർ പാർട്ട് എയിൽ ഫോക്കസ്, അൾട്രാ ഫോക്കസ് കൊടുക്കണം എന്ന് പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ തന്നെയാണ് കൂടുതൽ ഫോക്കസ് നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം പാർട്ട് ബിയിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് 70 മാർക്ക് നിങ്ങളുടെ സബ്ജക്ട് തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ. സിയിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് 100 മാർക്ക് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ 200 മാർക്കിലാണ് നിങ്ങൾക്ക് ടോട്ടൽ എക്സാം വരുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ പാർട്ട്, നിങ്ങളുടെ ജനറൽ പാർട്ട് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട്, ടഫ് ആണ്. ഹൈ ആയിട്ടുള്ള ഹൈ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷെ അത് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റവര് കാണിച്ച അത്ര ശുഷ്കാന്തി നിങ്ങൾ കാണിക്കണം നിർബന്ധമില്ല. പക്ഷെ ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രോപ്പർ ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളും കേട്ട് കുറച്ചൊരു മാത്സ് ലെവലിലോട്ടാണ് പാർട്ട് എ വരുന്നത് CSIRന്റെ. അപ്പൊ അത് കുറച്ച് രീതിയിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ട് പോകാനുള്ള ഒരു പേപ്പറാണ് ഇത്. മറ്റവർക്ക് കുറച്ചും കൂടെ തിയറി ആണല്ലോ, നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാക്ടീസ് ആണ് പാർട്ട് എ വരുന്നത് കേട്ടോ. അപ്പൊ 30 മാർക്കേ നമുക്ക് വരണുള്ളൂ. പക്ഷെ ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ച് പറയാൻ കാരണം നമുക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വെയിറ്റേജ് കുറവാണ്. 30 മാർക്സേ ഉള്ളൂ. പക്ഷെ 30 മാർക്ക് കളയാനല്ല പറയുന്നത്, പഠിക്കുക തന്നെ വേണം. പക്ഷെ എന്നാലും നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിൽ നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് സബ്ജക്ട് പേപ്പറിൽ കൊടുക്കുന്നതിൽ യാതൊരുവിധ തെറ്റും CSIR നെറ്റുകാരെ പറ്റിയിട്ട് ഇല്ല. ക്ലിയർ ആണോ? എന്താ പറയുന്നത് മനസ്സിലായോ? UGC നെറ്റിലോട്ട് വരുമ്പം 2 പേപ്പറാണ് വരുന്നത് അല്ലെ. 2 പേപ്പർ ആയിട്ടാണ് വരുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം 100 മാർക്കും 200 മാർക്കും ടോട്ടൽ 300 എന്ന് പറയും. ഇത് CSIR നെറ്റിന്റെ ആണ്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ലൈഫ് സയൻസ്, എർത്ത് സയൻസുകാരുടെയാണ് CSIR നെറ്റ്, അവരുടെയാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ ഇത്രയും? ഓക്കെ. അപ്പം നിങ്ങൾ ആക്ച്വലി എത്ര പേര് കോൺഫിഡന്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ എക്സാം ഞാൻ എഴുതിയെടുക്കും അല്ലെ വിത്തിൻ ഒരു 1 ഇയർ? അല്ലെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ടേക്ക് ടൈം, നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഒറ്റ പ്രാവശ്യം പ്ലീസ് ഈ എക്സാം എഴുതാവുള്ളൂ. എപ്പോഴും എക്സാം എഴുതിക്കൊണ്ടിരിക്കരുത്. വർഷത്തിൽ 2 തവണ പരീക്ഷ വരും എന്ന് പറഞ്ഞിട്ട് UGC നെറ്റിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, തെറ്റിക്കാനും പ്രശ്നമൊന്നുമില്ല. അപ്പം എന്താണ്, ജീവിതകാലം മൊത്തം ഇങ്ങനെ എഴുതിയിരിക്കാതെ ഒറ്റ തവണ പ്രിപ്പയർ ചെയ്യുക. നല്ല സൂപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രോപ്പറായിട്ട് നോട്ട്സും കാര്യങ്ങളും പഠിച്ച് ക്ലാസ്സുകളൊക്കെ കണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ PGയുടെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുക. PGയിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലേക്കും യൂസ് ചെയ്യുക. മറ്റേതിനും അതുപോലെ തന്നെ. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വേഗം വരും. വിത്തിൻ 1 മന്ത് റിസൾട്ട് വരും. ഇപ്പം ഈ നീറ്റിന്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഈ പ്രാവശ്യം ഇപ്പൊ റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പൊ വരേണ്ട സമയമാണ്. ഒരു 1-2 ആഴ്ചക്കുള്ളിൽ പ്രതീക്ഷിക്കാം ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് കേട്ടോ. നോർമലി ഒരു 1 മന്ത് ആണ്, 1 മാസം, ഒരു മാക്സിമം പോയ 1 മാസം 1 ആഴ്ചക്കുള്ളിലൊക്കെ റിസൾട്ട് വരും. വളരെ ഫാസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ,
അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് വരാം. എങ്ങനെ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം? ഹൗ ടു സ്റ്റാർട്ട്? ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സ് വരാറുണ്ട്. ലൈക്ക് എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, അങ്ങനെ അറിയില്ല. ആക്ച്വലി നമ്മളൊരു പ്രോപ്പർ കോച്ചിങ് അത് നിങ്ങൾക്ക് ഇവിടെ നല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കോച്ചിങ് എൻറോൾ. ഇപ്പൊ ഇവിടുത്തെ ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലത് ഇപ്പൊ നമ്മുടെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാം ആണ്. അപ്പൊ നിങ്ങൾ ഒരു കോച്ചിങ് എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. കാരണം അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു സെന്റർ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫുൾ റിസോഴ്സസ് നിങ്ങൾക്ക് കിട്ടും. ഈ റിസോഴ്സസ് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുന്നതിനും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു സ്ഥാപനത്തിന് തരാൻ പറ്റും. അത് എനി ഡീസന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തരാൻ പറ്റും. ഇപ്പം നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ പറയുന്ന റിസോഴ്സുകൾ നിങ്ങൾക്ക് തരാൻ പറ്റും. അതുപോലെ തന്നെ ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ UGC നെറ്റിന്റെ കേസിലോട്ടൊക്കെ വരുമ്പോഴത്തേനും പേപ്പർ 1 ഒക്കെ നിങ്ങൾ പക്ക നിങ്ങൾക്ക് അതിലുള്ള ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പകുതി ഭാരം അവിടെ കുറയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ പോയിട്ട് ChatGPT ചോദിക്കുകയാണ് ഇപ്പൊ ഓരോ കോൺസെപ്റ്റ് ഇതെന്താണ് അതെന്താണ് അങ്ങനെ ചോദിച്ച് വായിച്ച് പഠിക്കേണ്ട പരീക്ഷയല്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഞാനത് ആ നോട്ട്സ് ഷെയർ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിപ്പോ UGC നെറ്റുകാരാണെങ്കിലും CSIR നെറ്റുകാരാണെങ്കിലും നോട്ട്സ് നോക്കിക്കൊള്ളുക. സെയിം അല്ലാതെ വ്യത്യാസം ഒന്നുമില്ല. ഒരേ സ്ട്രക്ചറിലാണ് ഇവിടുത്തെ നോട്ട്സ് വരുന്നത് കേട്ടോ. ഒരു മിനിറ്റ് എക്സാം ഡീറ്റെയിൽസിലോട്ട് ഞാൻ വരാവേ. ഒരു കാര്യം പറയുന്നതിനിടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞുവേ, ഞാനത് അതുകൊണ്ടാണ് കേട്ടോ. ഒറ്റ സെക്കൻഡ് കേട്ടോ. ഇപ്പൊ ഞാന് UGC നെറ്റിന്റെ പേപ്പർ 1 കാണിക്കാം. അതേപോലെ ആ സ്ട്രക്ചർ തന്നെയാണ് നിങ്ങളുടെ സബ്ജക്ട് നോട്ട്സും എല്ലാം വരുന്നത് കേട്ടോ. ഒരു ഡിഫറൻസും ഒരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഞാന് കഴിഞ്ഞ വർഷത്തെ ബാച്ചുകാരുടെ ഒന്ന് കാണിക്കും. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് നോട്ട്സ് കാണാൻ പറ്റും. ഇലാബറേറ്റഡ് നോട്ട്സ് ഉണ്ട്, ബ്രീഫ് നോട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതില് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരോട് നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചാൽ മതി എന്ന് പറയുന്ന നോട്ട് ബ്രീഫ് നോട്ട് ആയിട്ടുള്ള ഈ നോട്ടാണ്. ഇപ്പൊ ഈ നോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ എപ്പോഴെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ഇൻസ്റ്റോളിലൊക്കെ പോകുന്ന സമയത്ത് UGC നെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ ബുക്ക് ഒന്ന് കാണിക്കാൻ പറയണം. അയ്യോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇപ്പൊ ഈ കണ്ട നോട്ടും അതും തമ്മിലുള്ള ഡിഫറൻസ്. ഇതേ സ്ട്രക്ചറിലാണ് ഇവിടുത്തെ എൻറ്റയർ നോട്ട്സ് വരുന്നത്. സബ്ജക്ട് നോട്ട് ആണെങ്കിലും CSIR നെറ്റിന്റെ ആണെങ്കിലും ലൈഫ് സയൻസും കെമിസ്ട്രിയും എല്ലാത്തിന്റെയും നോട്ടിന്റെ സ്ട്രക്ചർ ഇതുപോലെയാണ്. പോയിന്റ് വൈസ് നോട്ടായിരിക്കും. പ്രോപ്പർ ആയിട്ട് ബോൾഡ് ചെയ്ത് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ബോൾഡ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കളർ ചെയ്തിട്ടായിരിക്കും നോട്ട് ഉണ്ടാവുക. അപ്പൊ ഈ നോട്ട്സ് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും ഒരു ബൾക്കി പോലെ നിങ്ങൾക്ക് ഫീൽ ആവില്ല. പക്ഷെ നിങ്ങളുടെ സിലബസിലുള്ള നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് നിസ്സാരമായിട്ട് വായിച്ചു പോലും മനസ്സിലാക്കാൻ പറ്റുന്ന നോട്ടാണ്. പക്ഷെ പേപ്പർ 1 ഒരു വായിച്ചു പഠിത്തം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പ്രോപ്പർ ക്ലാസ്സസ് പേപ്പർ 1 ആവശ്യം. പേപ്പർ 2 കേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ട്സിലൂടെ പോയി കഴിഞ്ഞ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം അതിലേക്ക് നിങ്ങളിപ്പോ ക്ലാസ് കേൾക്കാൻ നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഇപ്പം പേപ്പർ 2 കംപ്ലീറ്റ് ക്ലാസ്സസ് ഇരുന്ന് കേൾക്കാനായിട്ടുള്ള സമയമോ കാര്യങ്ങളോ കിട്ടുന്നില്ല. പക്ഷെ പേപ്പർ 1 നിങ്ങൾ ആ ഒരു ടൈം നിങ്ങൾ അതിന് വേണ്ടി സ്പെയർ ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, വളരെ നീറ്റ് ആയിട്ട് ഓരോ കോൺസെപ്റ്റും വളരെ വളരെ ടേബിൾ ആഡ് ചെയ്യേണ്ടടുത്ത് സമ്മറി ടേബിൾസ് ഓരോന്നിന്റെയും താഴെ സമ്മറി ടേബിൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റിന്റെ ടേബിൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് ഒന്നും കൂടെ ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. അത്തരത്തില് എല്ലാ കാര്യങ്ങളും എല്ലാ നോട്ട്സും ഇതേ സ്ട്രക്ചറിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ നിന്ന് ഉണ്ടാക്കിയ നോട്ടാണ്. സബ്ജക്റ്റിന്റെ ടാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടാഗിൽ വന്നിരിക്കുന്ന എല്ലാ നോട്ടിന്റെയും ബേസിക് സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും. കണ്ടന്റ് കോഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. നോട്ടിന്റെ സ്ട്രക്ചർ ആണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെയാണ് കോച്ചിങ്ങിന്റെ വേറൊരു പ്രാധാന്യം വരുന്നത്. കാരണം നമ്മളെ കൊണ്ട് മാക്സിമം നെറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക. അത്രയും ചെയ്താൽ പോരാ. 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമുക്ക് നെറ്റിലൊക്കെ കിട്ടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പം ഒരു പേജിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വേറെ ഏതോ പേജിൽ ആൻസർ കാണും. ആൻസർ കീ ആയിട്ടായിരിക്കും, എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് 10 വർഷത്തെ PYQ അതും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയാണ് കൊടുക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് PYQ കൊടുക്കുന്നത്. അപ്പൊ PYQ ചെയ്യുമ്പോൾ തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് അവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കൂടാതെ തന്നെ പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ റിപ്പീറ്റഡ് മാത്രം വരും അങ്ങനെയല്ല. ക്വസ്റ്റ്യൻസ് PYQ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം വീണ്ടും ചോദിക്കാനല്ല ചെയ്യുന്നത്, പ്രാക്ടീസ് ആണ്. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു എന്താ പറയുന്നത് എലമെന്റ് എന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞു 40% നിങ്ങൾ തിയറി പഠിക്കുന്നതിനോടും 60% നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു
ഇതാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അപ്പൊ അത്രയും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ 10,000-10,000 ചോദ്യങ്ങൾ അടങ്ങുന്ന ക്വസ്റ്റ്യൻ ബാങ്കുകൾ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ തനിയെ വിചാരിച്ചാൽ എവിടുന്ന് നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ ഇവിടെയൊക്കെയാണ് ഒരു സെന്ററിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നോട്ട്സിന്റെ കാര്യത്തിൽ ഞാൻ ഇതാണ് പറഞ്ഞത്, ഇത്രയും നോട്ട് കിടപ്പുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും കുറെ ടൈപ്പ് ഓഫ് നോട്ട്സ് ഉണ്ട്. പ്രാക്ടീസ് എന്ന് വെച്ചാലടാ ഒരു യൂണിറ്റ് ഇപ്പൊ നിങ്ങൾ പഠിച്ചു. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം പിള്ളേർ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ യൂണിറ്റിൽ തന്നെ ചെയ്ത് പഠിക്കാനുള്ള MCQs നമ്മൾ ഇവിടുന്ന് കൊടുക്കും. ആ MCQs അവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ഫ്രീക്വന്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുക്കും, അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് നമ്മൾ ചെയ്യണം. ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ടീച്ചിങ്, ടൈപ്പ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിച്ചു, അതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത് കേട്ടോ. ഇംഗ്ലീഷാണ് മീഡിയം, ഇംഗ്ലീഷ് ഹിന്ദിയാണ് മീഡിയം വരുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഹിന്ദി പിന്നെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇംഗ്ലീഷ് മതി. ഓക്കെ, പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ പേപ്പർ 1 നോട്ടിലോട്ട് വരുമ്പോഴത്തേനും ഒരുപാട് ടൈപ്പ് ഓഫ് നോട്ട് ഉണ്ട്. ഇപ്പൊ ഒരു ലൈൻ റിവിഷൻ നോട്ട് ഉണ്ട്, ക്യാപ്സുൽ നോട്ട് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ നോട്ട് ഉണ്ട്. സ്റ്റിൽ എന്നിട്ടും നിങ്ങളെ നമ്മുടെ എന്തിനാണ്, എനിക്ക് ഇവിടെ ഒരു സ്റ്റുഡന്റിന്റെ ലെക്ചർ നോട്ട് ഞാൻ ഇവിടെ എന്റെ കയ്യിലുണ്ട്, ഞാൻ അത് ജസ്റ്റ് കാണിച്ചു തരാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ള ലെക്ചർ നോട്ട്, അത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇത് ഒക്കെ കൂടാതെയാണ് കുട്ടികളെ കൊണ്ട് ലെക്ചർ നോട്ട് എഴുതിപ്പിക്കുന്നത്. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എത്രയൊക്കെ ഒരു നോട്ടിൽ ആസ്വദിച്ചാലും നിങ്ങൾ സ്വന്തമായിട്ട് ക്ലാസ് കേട്ട് എഴുതുന്ന നോട്ടാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും കേട്ടോ. അൺഫെമിലിയർ ടോപ്പിക്കിന്റെ കേസാണ് പറയുന്നത്. ഇനി അപ്പൊ ഇതുപോലെയാണ് നമ്മളുടെ എന്ത് വരുന്നത്, നോട്ട്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഞാൻ ഒക്കെ പറയാം. നമ്മളിപ്പോ ഓറിയന്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് PG സ്റ്റുഡൻസിന് ലൈഫ് ലോങ് വാലിഡിറ്റിയിലാണ് കോച്ചിങ് കൊടുക്കുന്നത്. അതായത് 1 ടൈം ഒറ്റ പ്രാവശ്യം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യുന്നത് വരെയാണ് ഇവിടുത്തെ കോച്ചിങ് വരുന്നത്. നമ്മുടെ പ്രീവിയസ് റിസൾട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതിലോട്ടൊക്കെ നമുക്ക് പോകാം. അതിന് മുന്നേ എക്സാം പ്രിപ്പറേഷനെ പറ്റിയിട്ട് ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ എന്താണ്, ഇപ്പം നിങ്ങൾ ക്ലാസ്സസ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് ഒരു യൂണിറ്റിന് നിങ്ങൾ പഠിച്ചു. അപ്പം ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്ലാസ്സസ് അല്ലെങ്കിൽ നോട്ട്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊന്ന് റിവൈസ് ചെയ്യണം. അത് റിവൈസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസോടെ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലോട്ട് ജമ്പ് ചെയ്യാൻ പാടുള്ളൂ. യൂണിറ്റും ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നമ്മൾ ക്ലാസ് കേൾക്കാൻ സമയമുണ്ട്, ക്ലാസ് UGC നെറ്റിന്റെ കേസിൽ നിർബന്ധമായിട്ടും ക്ലാസ് കേൾക്കണം. പിന്നെ സബ്ജക്ട് വൈസ് ആണ് ഞാൻ പറയുന്നത്. നോട്ട്സിൽ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട്സിൽ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ അതിന് ശേഷം അത് റിവൈസ് ചെയ്യുക, റിവൈസ് ചെയ്തിട്ട് അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇത് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇതിങ്ങനെ അല്ലെ റീസൈക്കിൾ ആവുന്ന പോലെ ഇത് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കണം ഈ ഒരു സൈക്കിള്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ചാർട്ടും എല്ലാം തരും. അത് നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തരുന്നത്. നിങ്ങൾ വെറുതെ ഇരിക്കാനല്ലോ, നിങ്ങൾ കോളേജിൽ പോകുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ചാർട്ടും കാര്യങ്ങളും തരുള്ളൂ. നിങ്ങൾക്ക് ഒരു ബേർഡനും ആകില്ല. ആക്ച്വലി നിങ്ങൾക്ക് നമ്മൾ ഈ തരുന്ന നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ PG സെമസ്റ്റേഴ്സിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം നല്ല ഇലാബറേറ്റഡ് നോട്ട്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോട്ട് വരുന്നുണ്ട്. ഞാൻ സബ്ജക്ട് വൈസ് 2-3 സ്ട്രക്ചർ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്ജക്ട് വൈസ് കാണിച്ചു തരാം. ഇപ്പം ഒരു CSIR കാണിക്കാം. ഇപ്പം ഇത്ര നേരവും UGCന്റെ കാര്യം പറയുമ്പോ അവര് വിചാരിക്കണ്ടെന്ന് അവരെ തടയാണ് എന്ന് വിചാരിക്കണ്ട. ഇപ്പം ലൈഫ് സയൻസ് ആണെങ്കിലും ഏത് സബ്ജക്ട്സ് ആണെങ്കിലും ഇപ്പം നിങ്ങൾ UGC നെറ്റിന്റെ സബ്ജക്ട് ആണെങ്കിലും ഞാൻ നേരത്തെ കാണിച്ച പോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോട്ട് വരുന്നുണ്ട്. അതിൽ നമുക്ക് യൂണിറ്റ് വൈസ് നോട്ട്, അത് നമുക്ക് എല്ലാവർക്കും കിട്ടും. യൂണിറ്റ് വൈസ് നോട്ട് നമുക്ക് നിർബന്ധമായിട്ട് നമുക്കത് വേണമല്ലോ. അപ്പൊ യൂണിറ്റ് വൈസ് നോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള സെയിം സ്ട്രക്ചറിലാണ് വരുന്നത് കേട്ടോ. പോയിന്റ് വൈസ് നോട്ടാണ്, എല്ലാ കാര്യങ്ങളും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നോട്ടിന്റെ അത് നമ്മൾ കൊടുക്കുന്ന രീതിയാണ് അതിനെ സിമ്പിൾ ആക്കുന്നത്. ഇപ്പൊ ഇത് തന്നെ വാരി വലിച്ചു കൊടുത്താൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം. പക്ഷെ അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് അതിനെ ഈസി ആക്കുന്നത് ആക്ച്വലി. ഇനി അടുത്തതിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് യൂണിറ്റ് വൈസിലോട്ട് മാത്രമല്ല, ഇതെന്ന് പറയുന്ന ലൈഫ് സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന 1000 കോൺസെപ്റ്റുകൾ ടേബിൾ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാവർക്കും ഉണ്ട്. അപ്പൊ ടേബിൾ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോൺസെപ്റ്റ്, റൈറ്റ് സൈഡിൽ അത് എന്താണെന്ന് ഒരു 4-5 പോയിന്റ്സിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള കുറെ പൊടിക്കൈകൾ നിങ്ങൾക്ക് തരും. അപ്പൊ ഇത് നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് തനിയെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് റിസോഴ്സസ്, സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടുന്ന്
ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെയാണ് എല്ലാ സബ്ജക്ട്സിന്റെയും ഇത്രയും ടൈപ്പ് നോട്ടുകൾ എല്ലാ സബ്ജക്ട്സിനും നമുക്ക് വരുന്നുണ്ട്. കമ്പൈൻഡ് നോട്ട്, പ്രാക്ടീസ്, MCQs എല്ലാതും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ 2-3 ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം ഒരു സബ്ജക്ട് UGCയുടെ വരുമ്പോഴത്തേനും ഒരു സബ്ജക്ട് കാണിച്ചത് നിങ്ങൾ നേരത്തെ കമന്റ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ്. ഏറ്റവും കൂടുതൽ വന്നത് എനിക്കൊന്ന് കൊമേഴ്സ് ആണ് വന്നത്. കൊമേഴ്സിലോട്ട് വരുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ലൈഫ് സയൻസ് കണ്ട പോലെ തന്നെ ലൈഫ് സയൻസിൽ 1000-ൽ പരം ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആയിരുന്നു. കൊമേഴ്സിൽ വരുമ്പോൾ 800-ൽ പരം ഓരോ സബ്ജക്ട് ആവശ്യം അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. 800+ കോൺസെപ്റ്റ് അടങ്ങുന്ന ബുക്കാണ് വരുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ. ഇത് കൂടാതെ തന്നെ യൂണിറ്റ് വൈസ് നോട്ട്. കൊമേഴ്സ് ഒക്കെ വാസ്റ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നമുക്ക് പൊതുവെ കിട്ടുക. അപ്പം ഇതിലോട്ട് വരുമ്പോഴത്തേനും വളരെ പ്രോപ്പർ ആയിട്ട് ഓരോ കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് പഠിക്കാനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ നോട്ടെല്ലാം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നോട്ടിന്റെ സ്ട്രക്ചർ വരുന്നത്. എല്ലാ സബ്ജക്റ്റിനും ഇതേ സ്ട്രക്ചർ ആണ്, ഡിഫറൻസ് ഒന്നുമില്ല. ഇനി നമ്മൾ കോച്ചിങ്ങിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നേ റിസൾട്ട് ഒന്ന് ഇപ്പൊ ലാസ്റ്റ് വന്ന റിസൾട്ട് ആണ്. എന്നിട്ട് UGCയുടെ റിസൾട്ട് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം വന്ന് കിടക്കുന്നത്. അപ്പൊ അവരുടെ ഒരു റിസൾട്ട് ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് PDF ആയിട്ട് റാൻഡം ആയിട്ട് കുറേ സബ്ജക്ട്സ് ആഡ് ചെയ്തതാണ്. കൂടുതൽ നിങ്ങൾക്ക് ഇതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ലേണിംഗ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. നിങ്ങൾക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ല, ഞാൻ ആദ്യം വെച്ചിരിക്കുന്നത് ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF ക്വാളിഫൈ ചെയ്തൊരു കുട്ടിയാണ് കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്തത് ആക്ച്വലി ഒരു PG സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ കുറെ റിസൾട്ടുകൾ ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട്. റിപ്പീറ്റേഴ്സിൻ്റെതും എല്ലാ ടൈപ്പ് കാര്യങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ഫീഡ്ബാക്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർക്ക് നമ്മുടെ ഇൻസ്റ്റയിൽ പോയിട്ട് നോക്കുക. എനിക്കിപ്പോ ഇതിൽ കാണിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് സമയം നോക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ അതിനാണ് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. എപ്പോഴും എക്സാം എഴുതുന്നതല്ല, ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ മാക്സിമം ഇത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ കോച്ചിങ്ങും കാര്യങ്ങളും പോകാണ്ട് കുറെ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്തൊരു കുട്ടിയാണിത്, റൈഫ. അപ്പം പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ടാണ് ഇയാൾ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൽഫ് പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം പലയിടങ്ങളിലും സെൽഫ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത കുറെ ടോപ്പിക്സും കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസും ക്ലാസ്സും നോട്ട്സും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്കത് ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഓരോ റിസൾട്ടുകളാണ്. ഇതൊക്കെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനും ഇപ്പൊ എനിക്ക് പതുക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ കുറച്ചുകൂടി ഇതായിട്ട് വായിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയിട്ട് ഇൻസ്റ്റയിൽ നോക്കാം കേട്ടോ, റിസൾട്ടും കാര്യങ്ങളും നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ കോച്ചിങ് ഡീറ്റെയിൽസിലോട്ട് വരുമ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇവിടുന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ പാലിക്കുന്നുണ്ട് എങ്കിൽ, ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് നമ്മുടെ ഇപ്പം ക്ലാസ്സുകൾ, ഇപ്പം ലൈവ് ക്ലാസ് ഉണ്ട്. ലൈവ് ക്ലാസ് ഇപ്പൊ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു ബാച്ചിൽ ഇപ്പൊ 100-800 കുട്ടികളുണ്ടെങ്കിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരെണ്ണം വളരെ കുറവാണ്. പക്ഷെ കുട്ടികൾ റെക്കോർഡഡ് ക്ലാസ് കാണും. അപ്പം ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് മിസ്സായി പോകുന്നൊരു പ്രശ്നമില്ല. പക്ഷെ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ കാണേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ നമ്മൾ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ നോട്ട് തന്നു കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഇത്ര പേജ് വെച്ച് നമ്മൾ നോക്കാൻ പറയും. അങ്ങനെ എല്ലാ ചാർട്ടും കാര്യങ്ങളും തരും. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അനുസരിച്ച് പ്രോപ്പർ ആയിട്ട് നമ്മൾ പറയുന്നതിന്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടുന്ന് തരുന്ന റിസോഴ്സസ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ആക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ നിങ്ങൾ പഠിക്കുകയും കൂടെ വേണം. ഇവിടുന്ന് റിസോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ് ക്വാളിഫൈ ആവത്തില്ല. നമ്മൾ പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. നെറ്റ് JRFന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇപ്പൊ സപ്പോസ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ 190 മാർക്ക് ആണെങ്കിൽ ഒരു 10-15 മാർക്കും കൂടെ എക്സ്ട്രാ വേണം നമുക്ക് JRFിലോട്ട് എടുക്കാൻ. JRFിലോട്ട്, അതായത് JRF എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ആണ്. നെറ്റ് JRF എന്നാണ് നമ്മൾ എയിം ചെയ്യുന്ന JRF ആണ്. നമുക്ക് ആ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ പ്രിഫറൻസ്. ഇപ്പൊ JRF ഫോക്കസ് ആയിട്ടുള്ള കോച്ചിങ് ആണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ ഈ കോച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന PGക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ലോങ് ബാച്ച് ആണ്. ഈ സ്പെഷ്യൽ ലോങ് ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വാലിഡിറ്റി ആണ്.
വാലിഡിറ്റി വരുന്നത് നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് വരെയാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമോ ലൈക്ക് പ്രിസൈഡിങ് എക്സാമോ കാര്യങ്ങളോ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ നെറ്റ് ക്രാക്ക് ചെയ്യുന്നത് അതുവരെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വൺ ടൈം പേയ്മെന്റ് ആയിരിക്കും, വൺ ടൈം പേയ്മെന്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ വൺ ടൈം പേയ്മെന്റിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അത് കിടക്കുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ സ്റ്റിൽ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്താലും നിങ്ങൾക്ക് അതിലുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയും പോവില്ല. കാരണം നമ്മുടെ ആപ്പിൽ വാലിഡിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈഫ് ടൈം ആണ്. വാലിഡിറ്റി ഇത്ര വർഷം എന്ന് കൊടുത്തിട്ടില്ല. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മിക്ക സെന്റേഴ്സിലും 6 month കോച്ചിങ് 1 year കോച്ചിങ് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ലൈഫ് ടൈം കോച്ചിങ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഫീസ് സ്ട്രക്ചറിലോട്ടും ഡീറ്റെയിൽസിലോട്ടും വരുമ്പോഴത്തേനും ഞാൻ ഓരോ കാറ്റഗറി വൈസ് ആയിരിക്കും പറയുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളുക. ഈ വെബിനാർ ഇപ്പം നിങ്ങളിപ്പോ ഏകദേശം 200-നടുത്ത് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ എപ്പോഴും നമ്മൾ വെബിനാർ അറ്റൻഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ടോട്ടൽ ഫീസിൽ നിന്നും ഏകദേശം 50% ഓഫ് ദ ഫീസ് കുറവായിരിക്കും. 50% ഫീസ് കുറവായിരിക്കും. 50% മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് ടൈം വാലിഡിറ്റിയിൽ നോട്ട്സും ക്ലാസ്സസും എല്ലാം കിട്ടും. അപ്പൊ അത് ഈ വെബിനാർ അറ്റൻഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആദ്യം UGC നെറ്റിന്റെ പറയാം. UGC നെറ്റിന്റെ ഫീസ് സ്ട്രക്ചർ ആണ് ആദ്യം പറയാൻ പോകുന്നത്. UGC നെറ്റിന്റെ വരുമ്പോഴത്തേനും എല്ലാ സബ്ജക്ട്സിനും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം UGC നെറ്റുകാരെ സംബന്ധിച്ചോളം നമ്മൾ പേപ്പർ 1ന്റെ കാര്യം നമുക്ക് ആദ്യം പറയാം. പേപ്പർ 1ലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ക്ലാസ്സസിൽ വരുമ്പോൾ ലെക്ചർ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് പ്രോപ്പർ ആയിട്ട് എഴുതിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇവിടുന്ന് എല്ലാ ടൈപ്പ് ഓഫ് നോട്ട്സും നിങ്ങൾക്ക് തരും. യൂണിറ്റ് വൈസ് നോട്ടും ക്യാപ്സുൽ നോട്ടും 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്ത് പഠിക്കാനുള്ള MCQസും എല്ലാതും തരും. ക്ലാസ്സസ് വരുമ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡും ഉണ്ട്. ഇപ്പൊ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണാം. ആ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും കാണാം, ഏത് സ്പീഡിലിട്ട് വേണമെങ്കിലും കാണാം. യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുന്നവരെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഇത് എല്ലാം നമ്മുടെ ആപ്പിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക്, അപ്പൊ ആപ്പിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ചില സെന്റേഴ്സിലൊക്കെ ഗൂഗിൾ ഫോം കൊടുത്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഉള്ള എടുത്ത് ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ ഡിജിറ്റലി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മൾ ഫോണിൽ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു, ലാസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് തെറ്റിയത്, അതിന്റെ എന്തുകൊണ്ട് അത് തെറ്റി, അതിന്റെ എക്സ്പ്ലനേഷനോട് കൂടിയൊക്കെ നമ്മൾ ഡിജിറ്റലി എല്ലാം കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഡിജിറ്റൽ മോക്ക് ടെസ്റ്റസ് ആണ് വരുന്നത്. കംപ്ലീറ്റ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പേപ്പർ 1ന്റെ മോക്ക് ടെസ്റ്റിന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ പേപ്പർ 1ന്റെ ഒരു സ്പെഷ്യൽ റിവിഷൻ നോട്ട് ഉണ്ട്. ഓക്കെ, പേപ്പർ 1ന്റെ ഒരു സ്പെഷ്യൽ റിവിഷൻ നോട്ട് ഉണ്ട്. ഈ റിവിഷൻ നോട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഹാർഡ് കോപ്പി ആയിട്ട്, നോർമലി ഒരു സ്ഥാപനവും നിങ്ങൾക്ക് തിരക്കി നോക്കിയാൽ മതി, ഒരു സ്ഥാപനം ഒരു ഷീറ്റ് പേപ്പർ പോലും വീട്ടിലോട്ട് അയച്ചു കൊടുക്കില്ല. കാരണം പ്രിന്റിംഗ് ചാർജ് വളരെ കൂടുതലാണ് നിലവിൽ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഹാർഡ് കോപ്പി നിങ്ങൾക്ക് 2 പേപ്പറിന്റെയും ആക്ച്വലി വരുന്നുണ്ട്. പേപ്പർ 1ന്റെ വരുമ്പോഴത്തേനും ഇപ്പൊ പേപ്പർ 1ന്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പേപ്പർ 1ന്റെ പറഞ്ഞത് കേട്ടോ. ഹാർഡ് കോപ്പി നമുക്ക് റിവിഷൻ മെറ്റീരിയൽ വീട്ടിലേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ ആക്ച്വലി കോംപ്ലിമെന്ററി ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് പേപ്പർ 2 പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് എന്താ വരുന്നത്? പേപ്പർ 2ന്റെ കംപ്ലീറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേനും അതില് യൂണിറ്റ് വൈസ് നോട്ട്സ്, അതുപോലെ സ്പെഷ്യൽ നോട്ട്സ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് നോട്ട്സ് ആണ് സ്പെഷ്യൽ നോട്ട്സ്, ക്യാപ്സ്യൂൾ നോട്ട്സ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുള്ള കംപ്ലീറ്റ് സെറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും പേപ്പർ 2ന്. പേപ്പർ 2ന്റെയും റിവിഷൻ നോട്ട് നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് വരുന്നതായിരിക്കും. ഹോം ഡെലിവറി ആയിരിക്കും വരുന്നത്. ഇത്രയാണ് UGC നെറ്റുകാരുടെ ഡീറ്റെയിൽസ് വരുന്നത്. ക്ലിയർ ആണോ? ഇത്രയാണ് UGC നെറ്റുകാരുടെ ഡീറ്റെയിൽസ് വരുന്നത്. UGC നെറ്റുകാർക്ക് ക്ലിയർ ആണല്ലോ? ഇതാണ് നിങ്ങളുടെ പാക്കേജ് വരുന്നത്. വാലിഡിറ്റി വരുന്നത് നിങ്ങൾക്ക് ഈ നോട്ട്സും മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നും പറഞ്ഞ് അതുകൊണ്ട് ജീവിതകാലം മൊത്തം ഇരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാലിഡിറ്റി 1 ടൈമേ വെച്ചിട്ടുള്ളൂ. ഇനി CSIRന്റെയും കൂടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഫീസ് സ്ട്രക്ചർ പറയാം കേട്ടോ. രണ്ടിന്റെയും കൂടെ ഫീസ് സ്ട്രക്ചർ, ഓഫർ ഫീസും നോർമൽ ഫീസും പറയാം. CSIRന്റെ കേസിലോട്ട് വരുമ്പോഴത്തേനും 2 സബ്ജക്ട്സ് ലൈഫ് സയൻസിനും കെമിസ്ട്രിക്കും വേറെയാണ് ഫീ വരുന്നത്. റിമൈനിങ് സബ്ജക്ട്സ് ആയിട്ടുള്ള ഫിസിക്സും മാത്സും എർത്ത് സയൻസിനും വേറെ ഡീറ്റെയിൽസ്. ലൈഫ് സയൻസിലോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക്
കംപ്ലീറ്റ് കോച്ചിങ് ആണ് വരുന്നത്. പാർട്ട് എ ബി സി കംപ്ലീറ്റ് ക്ലാസ്സസ്. അതിൽ ഈ പറയുന്ന പോലെ റെക്കോർഡഡ് ക്ലാസ്സസ് വരും. ഓക്കെ, റെക്കോർഡഡ് വരും, ലൈവ് വരും, പ്രീ റെക്കോർഡഡ് വരും, എല്ലാം മിക്സ്ചർ ആയിരിക്കും വരുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം വരും. ഇതിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ് സെറ്റ് നോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് സെറ്റ് നോട്ട്സ് ഉണ്ടാകും. ബുക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് വരുന്നതായിരിക്കും. പേപ്പർ 1 പാർട്ട് എ ബി സിയുടെ ബുക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊറിയർ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്കും റിവിഷൻ നോട്ടും ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ഓഫ് നോട്ട്സുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള ഫിസിക്സ്, മാത്സ്, എർത്ത് സയൻസ്, ഇതിന് നമുക്ക് വരുമ്പോഴത്തേനും പാർട്ട് എയുടെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് വരുന്നത്. പാർട്ട് എയുടെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് പ്ലസ് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് സെറ്റ് നോട്ട്സ്. ഓക്കെ, കംപ്ലീറ്റ് സെറ്റ് നോട്ട്സും അതിന്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റ് ആണ് ഫിസിക്സ്, മാത്സ്, എർത്ത് സയൻസിന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഫീസ് സ്ട്രക്ചറിലോട്ട് വരുമ്പോഴത്തേനും ഞാൻ ഇവിടെ 2 ഫീസ് പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ ഫീസും, ഒന്ന് ഈ ഓഫർ, അതായത് ഈ വെബിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഓഫർ സീറ്റ് ഉണ്ട്. ഇത്ര സീറ്റ് നമ്മൾ ഈ വെബിനാറിൽ അലൗട്ട് ചെയ്യും. അതിൽ നമുക്ക് രജിസ്ട്രേഷൻ വരുന്ന അത്രയും സ്റ്റുഡൻസിന് ഞാൻ ഈ പറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു ബാച്ചിൽ, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച 2025 ബാച്ചിലാണെങ്കിൽ നമുക്ക് ഏകദേശം 1200 സംതിങ് സ്റ്റുഡൻസ് UGC നെറ്റിന് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ പേര് വർഷം നിങ്ങളെ പോലെ തന്നെ 1 ഇയറിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർ എക്സാം അപ്പിയർ ചെയ്യാനുണ്ടാകും. അപ്പൊ അവർക്ക് പുതിയതായിട്ട് അപ്പിയർ ചെയ്യുമ്പോഴും പുതിയ ക്ലാസ്സസ് ആണ് റിന്യൂ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഓൾഡ് ക്ലാസ്സസ് അല്ല. അപ്പൊ ഓരോ പ്രാവശ്യവും പുതിയ അപ്ഡേഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളും കാണാൻ പറ്റും. ഒറ്റ ഫീസേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് കുറെ ഫീസ് അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇല്ല. അപ്പൊ UGC നെറ്റിന്റെ ഫീസ് സ്ട്രക്ചറിലോട്ട് വരുമ്പോഴത്തേനും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഓഫർ ഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വെബിനാറിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകാൻ പാടില്ല. നോർമൽ ഫീസ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആപ്പിലോട്ട് പൈസ അടച്ചിട്ട് കയറാം. നോർമൽ ഫീസും ഓഫർ എമൗണ്ടും ഞാൻ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് നോർമൽ ഫീസ് വരുന്നത് 10,000 rupees ആണ്. ഓഫറിൽ വരുമ്പോഴത്തേനും നിലവിൽ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 4,899 രൂപയാണ് ഓഫർ പ്രൈസ്. ഈ 4899 ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സും നോട്ടും ബുക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത്, മോക്ക് ടെസ്റ്റും ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ നെറ്റ് JRF ക്ലിയർ ചെയ്യുന്നത് വരെയുള്ള ടോട്ടൽ എമൗണ്ട് ആണ് 4899 എന്ന് പറയുന്നത്. നിങ്ങൾ നിയർ ബൈ സെന്റേഴ്സിൽ തിരക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏറ്റവും ലോവസ്റ്റ് കോച്ചിങ് ഫീസ് ആണിത്. അതിന്റെ കാരണം അവര് കൂടുതൽ മേടിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ സ്റ്റുഡൻസിന്റെ അനുസരിച്ചിട്ടാണ് ഫീസ് ഇടുന്നത്. കുട്ടികൾ കൂടുതലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് ഫീസിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റുഡൻസ് കൂടുതലാണ്. അതിൽ തന്നെ നമുക്ക് ഓഫർ എമൗണ്ട് ഇത്ര എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ട്. അത് ഇത്ര സീറ്റിനാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു 1200 പേരുള്ള ബാച്ച് ആണെങ്കിൽ അതിൽ മാക്സിമം ഒരു 450 സീറ്റൊക്കെയാണ് ഓഫർ പോകുന്നത്. ബാക്കിയുള്ളതെല്ലാം നോർമൽ സീറ്റ് ആണ് വരുന്നത്. നോർമൽ സീറ്റ് വരുമ്പോൾ നമുക്കിതിന് ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. മാസം 1,800 പ്ലസ് GST വെച്ചിട്ട് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഓഫർ എമൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ വെബിനാറിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകാൻ പാടില്ല. ഇതിന് സീറ്റ് ലിമിറ്റ് ഉണ്ട് കേട്ടോ, സീറ്റ് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. CSIRലോട്ട് വരികയാണ്. UGC ആണ് ഞാൻ ആദ്യം പറഞ്ഞത് 4,899. അയ്യോ, കൈ തട്ടിയതാണെന്ന് പോയി. CSIRലോട്ട് വരുമ്പോഴത്തേനും കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും റേറ്റ് ആണ് ആദ്യം പറയുന്നത്. ഓക്കെ, കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും റേറ്റ് ആണ് ഞാൻ ആദ്യം പറയണത്. കുറച്ച് ആക്ച്വലി നോർമൽ ഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടവര് നിങ്ങൾ സ്റ്റേ ചെയ്യണം എന്നില്ല കേട്ടോ. പറയാം. ഓഫർ ഫീസ് വരുമ്പോ എങ്ങനെയാണ് അതിന്റെ ഇൻസ്റ്റാൾമെന്റ് ഡീറ്റെയിൽസ്, മിനി ഇൻസ്റ്റാൾമെന്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ പറയാം. വെയിറ്റ് ചെയ്യണേ. അപ്പം ലൈഫ് സയൻസും കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീ വരുന്നത് 4899 തന്നെയാണ് കേട്ടോ. 4899 തന്നെയാണ്. ലൈഫ് സയൻസും കെമിസ്ട്രി ആണ് നിങ്ങളുടെ സബ്ജക്റ്റെങ്കിൽ ഫീ വരുന്നത്. ഈ റിമൈനിങ് ആയിട്ടുള്ള ഫിസിക്സ്, മാത്സ്, എർത്ത് സയൻസ്, മാത്സ്, എർത്ത് സയൻസിലോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഫീയിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫീ വരുമ്പോഴത്തേനും 3,200 ആണ് നിങ്ങളുടെ ഫീ വരുന്നത്. ഇത് നിങ്ങളുടെ ഓഫർ ഫീസ് ആണ്. നോർമൽ ഫീ നിങ്ങൾക്ക് വരുമ്പോഴത്തേനും 6,999 ആണ് നോർമൽ ഫീസ്. ഓക്കെ, മനസ്സിലായല്ലോ. ഫിസിക്സ്, മാത്സ്, എർത്ത് സയൻസ് 3,200, ലൈഫ് സയൻസ്, കെമിസ്ട്രി
4899. ബാക്കിയുള്ള എല്ലാ UGC നെറ്റ് സബ്ജക്റ്റുകാർക്കും 4899. ഇനി എങ്ങനെയാണ് ഓഫർ സീറ്റിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് ഞാൻ പറയാം. ഓഫർ സീറ്റിന് ലിമിറ്റേഷൻ ഉണ്ട്, കാരണം അതിന് സീറ്റ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ വെബിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും PG കുട്ടികളാണെന്ന് അറിയാം. അപ്പൊ എല്ലാവരെ കൊണ്ടും ഈ ഒരു എമൗണ്ട്, ഇപ്പൊ അത് ഓഫർ എമൗണ്ട് ആണെങ്കിൽ പോലും ഞാനൊക്കെ PG പഠിക്കുന്ന സമയത്ത് തന്നെ ഒന്നും 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഏറ്റവും കണക്ട് ആവുന്ന ഒരു ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് 4899 നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട്, അതായത് സ്പോട്ട് അഡ്മിഷനിൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് അടയ്ക്കാൻ പറ്റണമെന്നില്ല. എന്നാലും അടയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ഫുൾ എമൗണ്ട് അടച്ച് സെറ്റിൽ ചെയ്യുക. ഫുൾ എമൗണ്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ അഡ്മിഷൻ ഫോമും ബുക്കിന്റെ അഡ്രസ് ഫോമും ലഭിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു രീതിയിലും ഈ ഒരു എമൗണ്ട് സെറ്റിൽ ചെയ്ത് പക്ഷെ നിങ്ങൾക്ക് ഓഫർ സീറ്റിൽ തന്നെ അഡ്മിഷൻ എടുക്കണം എന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മിനി ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മിനി ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2000 റുപ്പീസോ അതിൽ മുകളിലോട്ടുള്ള ഏത് എമൗണ്ട് അടച്ചു വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ബാലൻസ് എമൗണ്ട് വിത്ത് ഇൻ 2.5 വീക്സിനുള്ളിൽ നിങ്ങൾ സെറ്റിൽ ചെയ്യണം. എപ്പോഴാണോ നിങ്ങൾ ബാലൻസ് എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ബുക്കിന്റെ അഡ്രസ് ഫോം കിട്ടുക. കാരണം ഫുൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലേ ബുക്കിന്റെ അഡ്രസ് ഫോം തരത്തുള്ളൂ കേട്ടോ. കാരണം ഒരു 2 വർഷങ്ങൾക്കൊക്കെ മുന്നേ നമ്മൾ ഇവിടുന്ന് ആദ്യം കുട്ടികൾക്ക് ബുക്കെല്ലാം അയച്ചു കൊടുക്കും. അപ്പൊ എന്നിട്ട് കുറെ പേര് ഫീസൊക്കെ അടയ്ക്കാണ്ട് അങ്ങനെയൊക്കെ കുറെ പ്രശ്നം വന്നായിരുന്നു. അപ്പൊ അതിനുശേഷം ഫുൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബുക്കിന്റെ അഡ്രസ് ഫോം കിട്ടുള്ളൂ. അപ്പൊ 4899 രൂപ അടച്ചിപ്പോ നിങ്ങൾ ഫുൾ സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ് ഫോമും അഡ്മിഷൻ ഫോമും സ്പോട്ടിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ബുക്ക് കുറച്ചും കൂടെ, ബുക്കിന്റെ പ്രൊസീജിയർ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കി തരാൻ പറ്റും. അതല്ല മിനി ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസ്പാച്ചിൽ ബുക്ക് എത്തില്ല. അത് കഴിഞ്ഞ് ഒരു 2 വീക്സ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ബുക്ക് നെക്സ്റ്റ് ഡിസ്പാച്ചിലായിരിക്കും കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാലോ പ്രിന്റിംഗ് ചാർജ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വേണം നമുക്ക് ബുക്ക് പ്രിന്റ് ചെയ്തിട്ട് വരാൻ. അപ്പൊ അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയർ ആണ്. ഒരു വട്ടം ബൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 വീക്സ് 3 വീക്സ് ഗ്യാപ്പ് കഴിഞ്ഞാണ് നെക്സ്റ്റ് ഓർഡർ പോകുന്നത് കേട്ടോ. പിന്നെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എത്ര ഓഫർ സീറ്റ് ആണ് എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങളുടെ PG ലോങ് ബാച്ചിലേക്കാണ് നിങ്ങൾ എൻറോൾ ചെയ്യുന്നത്. ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. സീറ്റ് ലിമിറ്റ് പറയുന്നതിന് മുന്നായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ രീതിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ തന്നെ ഈ വെബിനാറിൽ തന്നെ ലൈവായിട്ട് കാണാൻ പറ്റും എത്ര സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ സീറ്റ് ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനപ്പോ ഇതൊന്ന് റബ്ബ് ചെയ്യുവാണ്. ഒന്ന് എഴുതി വെച്ചോളൂ, ഡൗട്ട് ഉള്ളവരൊന്ന് എഴുതി വെച്ചോളൂ. ഞാനിതൊന്ന് റബ്ബ് ചെയ്യുവാണ്. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെബിനാറിൽ ലെഫ്റ്റ് ആയി പോകാൻ പാടില്ല. അതാണ് ഫസ്റ്റ് റൂൾ കേട്ടോ. വെബിനാറിൽ ഉണ്ടാവണം നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്. സ്പോട്ട് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ സീറ്റ് ലിമിറ്റ് ഞാൻ പറയാം പ്രൊസീജിയർ പറഞ്ഞിട്ട്. ഫസ്റ്റ് നിങ്ങൾ ഈ കാണുന്ന 8086037988 എന്നുള്ളത് നമ്പറാണ്. ഇതിലേക്കാണ് നിങ്ങളുടെ പേയ്മെന്റ്, രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അത് ഫുൾ പേയ്മെന്റ് ഉള്ളവർക്ക് ഫുൾ പേയ്മെന്റ് അടയ്ക്കാം, 2000 രൂപ അടച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഈ ചാറ്റ് ബോക്സിൽ ഡൺ എന്ന് പറഞ്ഞിട്ട് ഹൈഫൺ നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ ആ സബ്ജക്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. ഈ 2 പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് കൗണ്ട് ചെയ്യും എത്ര സീറ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് അറിയാൻ പറ്റും. എപ്പോഴാണോ നമ്മുടെ സീറ്റ് കംപ്ലീറ്റ് ആവുന്നത് അവിടെ കൊണ്ട് നമ്മുടെ ഓഫർ സീറ്റ് കഴിയും. അയ്യോ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല, ഒറ്റ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആരും പേയ്മെന്റ് ചെയ്യല്, ഞാൻ ഫുള്ള് പറഞ്ഞോട്ടെ. ഞാൻ ഫുള്ള് പറഞ്ഞതിന് ശേഷം ഞാൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം, ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുക. ചെയ്തതിനു ശേഷം ചാറ്റ് ബോക്സിൽ ഡൺ എന്നൊരു മെസ്സേജ്, അതിന്റെ കൂടെ സബ്ജക്ട് ഏതാണോ ആ സബ്ജക്ട് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പിലെ PG ഫസ്റ്റ് ഇയേഴ്സിന്റെ ഒരു ഓറിയന്റേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങളുടെ അഡ്മിഷൻ ഫോം, നിങ്ങൾ അഡ്മിഷൻ എടുത്തതിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരു അഡ്മിഷൻ ഫോം ഉണ്ട്. ആ അഡ്മിഷൻ ഫോം നിങ്ങൾക്ക് വരും. ആ ഫോം കുട്ടികളെല്ലാവരും ഫില്ല് ചെയ്യണം. അഡ്മിഷൻ എടുത്ത പേയ്മെന്റ് ചെയ്ത കുട്ടികളെല്ലാവരും അത് ഫില്ല് ചെയ്യണം. നിങ്ങൾ ഫുൾ പേയ്മെന്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം 4899 അല്ലെങ്കിൽ 3200 എന്നുള്ള ഫുൾ പേയ്മെന്റ് ചെയ്യുന്ന കുട്ടികളാണ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ GPay ചെയ്ത അതേ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളുടെ അഡ്രസ് ഫോമും കൂടി വാങ്ങിക്കണം. മനസ്സിലായോ? 2000 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ അഡ്മിഷൻ ഫോം മാത്രം ഇന്ന് ഫില്ല് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. പേഴ്സണൽ മെസ്സേജ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ ഈ ഓഫർ എമൗണ്ടിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അഡ്രസ് ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം ഇന്ന് തന്നെ, ഫുൾ പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത അതേ നമ്പറിലോട്ട് എന്ത് ചെയ്യണം, മെസ്സേജ് ചെയ്യണം. നെക്സ്റ്റ് ഓഫർ എന്ന് വരും എന്നുള്ളത് നിലവിൽ അറിയാൻ സാധിച്ചിട്ടില്ല. അഫ്കോഴ്സ് നെക്സ്റ്റ് ഓഫറിൽ വരുമ്പോൾ ഫീല് ഡിഫറൻസ് വരും. നെക്സ്റ്റ് ഓഫർ എമൗണ്ട് എന്ന് പറയുന്നത് 5999 രൂപയാണ് നെക്സ്റ്റ് ഓഫർ ഫീ വരുന്നത് കേട്ടോ. 5999 ആണ് നെക്സ്റ്റ് ഓഫർ ഫീ വരുന്നത്. ഇതിപ്പം ഇന്നത്തെ ഓഫർ ആണ്, ഇന്നത്തെ ഇത്ര സീറ്റിന്റെ ഓഫർ ആണ് ഞാനിപ്പോ പറഞ്ഞത്. അതിൽ എത്ര സീറ്റ് ഉണ്ടെന്നുള്ളത് പറയാം. 2000 റുപ്പീസ് ആണ് നമുക്ക് മിനിമം എമൗണ്ട് ഓഫ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. കാരണം ഇത് ഓഫർ എമൗണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ. ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 10000 രൂപയാണ്.
നിങ്ങൾക്ക് ഞാൻ ആരെയും കമ്പയർ ചെയ്തിട്ടില്ല. ഇപ്പം വിളിച്ച് സംസാരിക്കേണ്ടവർക്ക് വിളിച്ച് സംസാരിക്കാൻ നമുക്ക് നോർമൽ ഫീസ് ഉണ്ട്. 10,000 rupees ആണ് നമുക്ക് നോർമൽ ഫീ വരുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. സബ്മിറ്റ് അപ്പ് ലേണിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടല്ലോ, അതിൽ റിസൾട്ടും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എത്ര സീറ്റ് ആണ് എന്നുള്ള വിലപ്പെട്ട കാര്യം ഞാൻ പറയാണ്. ടോട്ടൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് 80 സീറ്റുകളാണ്. ഓക്കെ, ഇന്നത്തെ വെബിനാറിൽ 80 സീറ്റുകാർക്കാണ് ഞാൻ ഈ പറഞ്ഞ ഓഫർ എമൗണ്ട് ആയിട്ടുള്ള 4,899 3,200 ഇന്ന് രജിസ്ട്രേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി രജിസ്റ്റർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാം. മനസ്സിലായോ? അപ്പം ഫീ സ്ട്രക്ചർ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. UGC നെറ്റുകാർക്ക് എല്ലാവർക്കും വരുന്നത് 4,899 ആണ്. CSIR നെറ്റിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ കെമിസ്ട്രിയും ലൈഫ് സയൻസുകാർക്കും 4,899. ബാക്കിയുള്ള ഫിസിക്സും പിന്നെ ജിയോളജിയും മാത്സും ഇവർക്ക് 3,200 വരുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? നോട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ട് നിങ്ങൾക്ക് ആപ്പിലും ഫോണിലും എല്ലാം എടുക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ നോട്ടാണ് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. റിവിഷൻ നോട്ടാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് വരുന്നത്. ഏകദേശം 4,000-ഓളം ക്വാളിഫയേഴ്സ് നമ്മുടെ സ്ഥാപനം തുടങ്ങി 4,000+ നെറ്റ് ഹോൾഡേഴ്സ് നമുക്ക് നെറ്റ് PhD JRF ഹോൾഡേഴ്സ് എല്ലാം കൂടെ നമുക്കുണ്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന റിസൾട്ട് ആണെങ്കിൽ അതിൽ എക്സാം അറ്റംപ്റ്റ് ചെയ്ത കുട്ടികളുടെ എണ്ണം ഏകദേശം 600 സംതിങ് എന്താണ്ടായിരുന്നു. ക്വാളിഫയേഴ്സിന്റെ എണ്ണം 300 സംതിങ് ആയിരുന്നു. PG റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എക്സാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇത് ലോങ് ബാച്ച് ആണ്. ലോങ് ബാച്ച് എന്ന് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ബാച്ച് ആയിരിക്കും ലോങ് ബാച്ച്. അപ്പൊ നമുക്ക് ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സിൽ സീറ്റ് എത്രയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ടോട്ടൽ 80 സീറ്റ് ആണ് വരുന്നത് കേട്ടോ. 80 സീറ്റ് ആണ്. നോർമൽ ഫീസ് വരുന്നത് 10,000 കേട്ടോ. ലൈഫ് സയൻസിന് 10,000 ആണ് നോർമൽ ഫീസ് വരുന്നത്. ഈ റീഫണ്ട് ഓപ്ഷൻ ഉണ്ടാവില്ല. സെൻസ് ഇപ്പൊ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ റീഫണ്ട് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. പക്ഷെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇടയ്ക്ക് വന്ന് റീഫണ്ട് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ഒരു പോയിന്റ് വരണില്ല. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പിന്നെ റീഫണ്ട് ചോദിക്കേണ്ട ആവശ്യം വരണില്ലല്ലോ. നമ്മളൊരു തുണി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് ആ തുണി കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ മാറി വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതുപോലെയല്ല. നിങ്ങൾക്ക് ഇപ്പം സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് ഇപ്പം നോട്ട് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ആപ്പിൽ ഞങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യമൊന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മൾ റീഫണ്ട് തരും. പക്ഷെ അത് ഒരു കാരണവും ഇല്ലാതെ റീഫണ്ട് പോസിബിൾ അല്ല കേട്ടോ. മാക്സ് ടോട്ടൽ എമൗണ്ട് ആണ് 3,200 വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 2,000 രൂപയാണ് നമുക്ക് മിനിമം രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇപ്പം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ മാക്സിമം ആണ് ഞാൻ പറഞ്ഞത് 1,000 രൂപ അടച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ, വിത്തിൻ 24 hours നെക്സ്റ്റ് 1,000 കൂടെ അടച്ചതിന് ശേഷം മാത്രമേ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇത് ലീസ്റ്റ് കേസാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജസ് വരുന്നത് ഞാൻ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. ലീസ്റ്റ് കേസിൽ സ്റ്റുഡൻസ് ആണ്, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കും. അതുകൊണ്ടാണ് 1,000 rupees അടച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അഡ്മിഷൻ ഫോമിന് ഫില്ല് ചെയ്തുകൂടാ. ഫുൾ പേയ്മെന്റ് ആയിട്ടുള്ള 2,000 rupees രജിസ്ട്രേഷൻ ഫീസ് അടച്ച് വിത്തിൻ 24 hours അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ 80 സീറ്റ് ആണ് ഞാൻ പറഞ്ഞത്. 80-ൽ ഇപ്പം പേയ്മെന്റ് ചെയ്ത കുട്ടികൾ ഡൺ എന്നുള്ള മെസ്സേജ് എല്ലാവരും ഒന്ന് ഇടണം കേട്ടോ. വാട്സാപ്പിലല്ല, ഈ പേയ്മെന്റ് നമ്മുടെ വെബിനാർ നടക്കുന്ന ഈ ഇതിലാണ് ഇടേണ്ടത്. ഗൂഗിൾ മീറ്റിലാണ് ഇടുന്നത് കേട്ടോ. ഹിസാന സംസാരിച്ചോളൂ മോളെ. 80 സീറ്റ് ഉണ്ട്. ഞാൻ അതുവരെ ഇവിടെ സ്റ്റേ ചെയ്യും കേട്ടോ. സംസാരിച്ചിട്ട് റീജോയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ 80 സീറ്റിൽ നമുക്കിനി ഉള്ളത് 80, 79, 78, 77, 76, 76 സീറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ. ഇനി ഫിസിക്സ് നോട്ട്സ് ആണ് വരുന്നത് കേട്ടോ. ഇവിടെ മാത്സ് ടോട്ടൽ എമൗണ്ട് ആണ് 3,200 കേട്ടോ. ഓക്കെ, 75, 75 സീറ്റ്സ് ആണ് ഇനി ഉള്ളത്. കൗണ്ട് ചെയ്തത് ഷജ വരെയാണ് കൗണ്ട് ചെയ്തത്. ഞാൻ ഒന്നും കൂടി പറയാം. ഇൻ കേസ് നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം. രണ്ടാമത് നിങ്ങൾ ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഡൺ എന്നുള്ള മെസ്സേജ്, അതിന്റെ കൂടെ നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ അത് കമന്റ് ചെയ്യണം. മൂന്നാമതായിട്ട് ഞാൻ ഈ
രജിസ്ട്രേഷൻ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അഡ്മിഷൻ ഫോം വരും. അഡ്മിഷൻ ഫോം വരുന്ന സമയത്ത് അത് ഫില്ല് ചെയ്യണം. ഇനി ചില കുട്ടികൾ 1000 രൂപ അടച്ച്, അത്രയും ഇല്ലെങ്കിൽ 1000 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യരുത്. കാരണം അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള മിനിമം ക്രൈറ്റീരിയയിൽ 2000 രൂപ അടച്ചിരിക്കണം. അപ്പൊ 2000 റുപ്പീസ് അടച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിത്തിൻ 24 hours 1000 കൂടെ അടച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ നാളെ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്താൽ മതി. പക്ഷെ നിങ്ങളുടെ സീറ്റ് ലോക്ക്ഡ് ആണ്, നിങ്ങൾക്ക് ഈ ഫീസിൽ തന്നെ പഠിക്കാം. ഓക്കെ, ഫുൾ പേയ്മെന്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് എന്റെ കയ്യിൽ നിന്ന് അഡ്രസ് ഫോം കൂടെ വാങ്ങിക്കണം. 4899 അല്ലെങ്കിൽ 3200 ഫുൾ അടച്ച് സെറ്റിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് അഡ്രസ് ഫോം കൂടി ഇന്ന് തന്നെ വാങ്ങിക്കണം കേട്ടോ. മനസ്സിലായല്ലോ? മാത്സിന് നോർമൽ മാത്സ്, ഫിസിക്സ്, പിന്നെന്താണ് ജിയോളജിക്ക് നോർമൽ ഫീസ് വരുന്ന 6999 രൂപയാണ് വരുന്നത് കേട്ടോ. അതിൽ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? മാത്സിലും ഫിസിക്സിലും പാർട്ട് എയുടെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസും അതിന്റെ കൂടെ സബ്ജക്ട് വൈസ് കംപ്ലീറ്റ് സെറ്റ് നോട്ടും മോക്ക് ടെസ്റ്റും ആണ് വരുന്നത്. വാലിഡിറ്റി എല്ലാ കോഴ്സിന്റെയും നിങ്ങൾ നെറ്റ് CRF ക്ലിയർ ചെയ്യുന്നത് വരെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഷാജ വരെയാണ് ഞാൻ കൂട്ടിയത്. 75, ഇനി 74. ലുക്ന സബ്ജക്ട് ഇട്ടിട്ടില്ല കേട്ടോ. 74, 73, 72, 71, 70, 69, 68, 68 സീറ്റാണുള്ളത്. നൈസ് വരെയാണ് ഞാൻ കൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് എത്ര സീറ്റ് കവർ ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇല്ല, സബ്ജക്റ്റിന്റെ നോട്ട്സ് ആണ് സൽന വരുന്നത് കേട്ടോ. മാത്സിന് ഫുൾ പേയ്മെന്റ് ചെയ്തവരാണെങ്കിൽ, ഫുൾ പേയ്മെന്റ് ചെയ്ത കുട്ടികളാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം, പേഴ്സണൽ മെസ്സേജ് ചെയ്യണം. ഫുൾ പേയ്മെന്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ അഡ്മിഷൻ ഫോം അയക്കും കേട്ടോ. അഡ്മിഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി പേഴ്സണലി. കാരണം ഇത്രയും പേരും പേഴ്സണൽ മെസ്സേജ് അയച്ച് ഓരോരുത്തർക്കും അഡ്മിഷൻ ഫോം കൊടുക്കുന്നതിൽ നല്ലത് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. പക്ഷെ അഡ്രസ് ഫോം കൊടുക്കുമ്പോൾ അഡ്രസ് ഫോം നമ്മൾ എങ്ങനെയാ കൊടുക്കുക? അത് ഫുൾ പേയ്മെന്റ് ചെയ്തവർക്കാണ് കൊടുക്കുക. ആ അഡ്രസ് ഫോം നിങ്ങൾ എനിക്ക് DM ചെയ്യണം കേട്ടോ. ഫോമിന് വേണ്ടിയിട്ട് DM ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം. സബ്മിറ്റബിൾ ലേണിംഗ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് വരുന്നത്. ഓക്കെ, UGCക്ക് പേപ്പർ 2ന്റെ കംപ്ലീറ്റ് മെറ്റീരിയൽ അസിസ്റ്റൻസ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഷഫ്ന സബ്ജക്ട് ഇട്ടിട്ടില്ല. സബ്ജക്ട് ഇടണം. സബ്ജക്ട് കൂടെ ഇട്ടിട്ട് വേണം നിങ്ങൾ ഇടാൻ കേട്ടോ. സബ്ജക്ട് കൂടെ മെൻഷൻ ചെയ്തിട്ട് വേണം ഇടാൻ. Okay, 66. നമ്മളെ ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് ഹജറ സബ്മിറ്റഡ് ലേണിംഗ്. നോക്കിയേ, ഇനി 65 സീറ്റ്സ് ആണുള്ളത്. നമുക്ക് നോർമൽ സീറ്റിൽ ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ പഠിക്കാറുണ്ട്, 1000-ൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നോർമൽ സീറ്റിന് അങ്ങനെ സീറ്റ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഓഫർ സീറ്റിന് മാത്രമേ സീറ്റ് ലിമിറ്റ് ഉള്ളൂ. കാരണം അത് അത്രയും കുറച്ച് എമൗണ്ട് ഇട്ടേക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഓഫർ സീറ്റ് ആണെന്നും കരുതി നിങ്ങൾക്ക് വേറെ ക്ലാസ് ഒന്നും അല്ല. നിങ്ങൾ ഒരേ ക്ലാസ്സിൽ തന്നെയാണ് ഓഫർ ഫീൽ അഡ്മിഷൻ എടുത്തവരും നോർമൽ ഫീസിൽ അഡ്മിഷൻ എടുത്തവരും പഠിക്കുന്നത് കേട്ടോ. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഒരു ഗ്രൂപ്പാണ്, ഒരു ബാച്ചാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, സോ 65 സീറ്റ്സ് ആണ് നമുക്കിനി ബാലൻസ് ഉള്ളത്. 65 സീറ്റ്സ് ആണ് ബാലൻസ് ഉള്ളത്. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞാനിപ്പോ ഫോമും കൂടി ഇട്ടേക്കാം. അപ്പം പേയ്മെന്റ് ചെയ്ത കുട്ടികൾ ആ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്തേക്കും. അതിന്റെ കൂടെ തന്നെ ഞാൻ വേണമെങ്കിൽ ഒരു ഡെമോ ക്ലാസ്, പേപ്പർ 1ന്റെ ഒരു ഡെമോ ക്ലാസ്സും കൂടി വേണ്ടാം കേട്ടോ. ഒറ്റ സെക്കൻഡ്, നിങ്ങൾ ഡൺ ഇട്ടോളൂ, ഞാൻ കൗണ്ട് ചെയ്തോളാം. ഞാനിപ്പോ വാട്സപ്പിലോട്ട് പോയേക്കുവാണ്. നിങ്ങളുടെ മെസ്സേജസ് നോക്കുന്നില്ല നിലവിൽ. വെയിറ്റ് ചെയ്യണേ. നമുക്ക് ക്ലാസ്സസ് ഇപ്പം ജനറൽ പേപ്പറിന്റെ ക്ലാസ്സസ് വരുമ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് മാത്രമല്ല, നമുക്ക്
ഇപ്പം മെയിൻ ആയിട്ടുള്ള മെഗാ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്മാർട്ട് ബോർഡ് ഉണ്ട്, ഡിജിറ്റൽ സ്മാർട്ട് ബോർഡിൽ ക്ലാസ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെയും കൂടെ അതിന്റെ ഡെമോയുടെ ലിങ്ക് ഞാൻ അയക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്ട് ആവുമല്ലോ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് യൂട്യൂബിൽ കേട്ടോ. അതിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ വരും. ഞാനിപ്പോ ഡെമോ ജസ്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ അഡ്മിഷൻ ഫോം ആണ് ഇടുന്നത്. ഫുൾ പേയ്മെന്റ് ചെയ്തവർ മാത്രം വാട്സപ്പിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാവേ, അഡ്മിഷൻ ഫോം ഗ്രൂപ്പിൽ ഇട്ട് തരാം. മറ്റവരും അത് ഫില്ല് ചെയ്യണം, ഫുൾ പേയ്മെന്റ് ചെയ്തവരും അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യണം. പക്ഷെ അഡ്രസ് ഫോമിനാണ് നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടാൻ ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ മെസ്സേജ് വന്നിട്ട് ഫോൺ ആകെ ഹാങ് ആണോ, നിങ്ങൾ തപ്പിക്കോട്ടെ. അഡ്മിഷൻ ഫോം ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്. ഗൂഗിൾ ഫോം ആണ്, സമാധാനത്തെ ഫില്ല് ചെയ്താൽ മതി, ധൃതി ഒന്നുമില്ല. ധൃതി പിടിച്ച് ഫില്ല് ചെയ്ത് തെറ്റിച്ച് വെക്കരുത്. നിങ്ങളുടെ സ്റ്റുഡന്റിന്റെ പേര്, സ്റ്റുഡന്റിന്റെ സബ്ജക്ട്, സ്റ്റുഡന്റിന്റെ ഫോൺ നമ്പർ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഗൂഗിൾ പേ ചെയ്ത് നിങ്ങൾക്ക് ആരുടെ ഫോണിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ഡെമോ ക്ലാസ്സും അഡ്മിഷൻ ഫോമും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് വാട്സപ്പില് ഗ്രൂപ്പിൽ നോക്കുക, രണ്ടും ഇട്ടിട്ടുണ്ട്. അഡ്രസ് ഫോം ഫുൾ പേയ്മെന്റ് ചെയ്തവർക്കാണ് അഡ്രസ് ഫോം വരുന്നത്. അതിന് നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യണം. ഓക്കെ, നമുക്കിത് സീറ്റ് കൗണ്ട് ചെയ്യാം. 65 നമ്മൾ നിന്നത്, അഞ്ജലി വരെയാണ് കൗണ്ട് ചെയ്തത്. ഓക്കെ, സോ 65, 64, 63, 62, 61, 60, 59, 58, 57. 56, അഡ്മിഷൻ ഫോം എല്ലാവരും കണ്ടല്ലോ അല്ലെ ഗ്രൂപ്പില്? ആരെങ്കിലും ഗ്രൂപ്പിൽ ഇല്ലാത്തവർ മാത്രം എനിക്ക് ഇതിലോട്ട് മെസ്സേജ് ചെയ്താൽ ഞാൻ പേഴ്സണലി അയച്ചു തരാം കേട്ടോ. ആരെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് ബൈ ചാൻസ് ലെഫ്റ്റ് ആയി പോയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. നോട്ട്സ് ആണ് എഫക്റ്റീവ് ആവാൻ പോകുന്നത് കേട്ടോ. ഡോൺ വറി, ഇവിടുന്ന് തരാനുള്ള കാര്യങ്ങളൊക്കെ നീറ്റ് ആയിട്ട് തരും. പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം, അതെങ്ങനെ പഠിക്കണമെന്നും പറഞ്ഞു തരും. ഓക്കെ, 54 സീറ്റ്സ് ആണ് ഉള്ളത്. മാത്സ് വരുന്നത് നമ്മുടെ ഈ കാറ്റഗറിയിലാണ്. ഓക്കെ, മാത്സ് വരുന്നത് എവിടെയാണ്? ഈ കാറ്റഗറിയിലാണ്. ഐശ്വര്യ മോളെ ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്തതാണ് കേട്ടോ, അതാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഫിസിക്സ്, മാത്സ്, എർത്ത് സയൻസ്, ഇതാണ് ഈ കാറ്റഗറിയിലാണ് നമുക്ക്. ഞാൻ ഈ പറഞ്ഞ 3200 കാറ്റഗറിയിലാണ് മാത്സ് വരുന്നത്. ഇതിലെന്താ ഞാൻ പറഞ്ഞത്? പാർട്ട് എയുടെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് വരുന്നത്. പ്ലസ് സബ്ജക്റ്റിന്റെ മെറ്റീരിയൽ അസിസ്റ്റൻസ് ആണ് വരുന്നത്. അതായത് കംപ്ലീറ്റ് സെറ്റ് നോട്ട്സും മോക്ക് ടെസ്റ്റും അടങ്ങിയ മെറ്റീരിയൽ അസിസ്റ്റൻസും മോക്ക് ടെസ്റ്റ് അസിസ്റ്റൻസും എവിടെ വരെ ഉണ്ട്? നെറ്റ് JRF ക്ലിയർ ചെയ്യുന്നത് വരെ ലൈഫ് ടൈം വാലിഡിറ്റിയിലാണ് ഉള്ളത്. സോ 54 സീറ്റ്സ് ആണ് ഇനി ബാലൻസ് ഉള്ളത്. 53, 52, 52 സീറ്റ്സ് ആണ്. നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചവർക്ക് അഡ്രസ് ഫോം, ഫുൾ പേയ്മെന്റ് ചെയ്ത കുട്ടികൾ ഇനി വെബിനാർ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അഡ്രസ് ഫോം അയച്ചു തരുന്നത്. കാരണം ഇതിന്റെ കൂടെ പാരലലി അത് അയച്ചു തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണേ, അതുകൊണ്ടാ. PG സെമസ്റ്റർ എക്സാമിന് നിങ്ങൾക്ക് സബ്ജക്ട് നോട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം, കാരണം സിലബസ് എല്ലാം നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത് കേട്ടോ. PG നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരുന്ന നോട്ട്സ് നിങ്ങൾക്ക് ഇതിലും റെഫർ ചെയ്യാം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ആകും.
Second. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, പേയ്മെന്റ് സ്ക്രീൻഷോട്ട് എനിക്ക് ഫുൾ പേയ്മെന്റ് ചെയ്തിട്ട് മാത്രം പേഴ്സണൽ അയച്ചാൽ മതിട്ടോ, അല്ലാത്തവരും അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന അഡ്രസ് ഫോം ആണ് നിങ്ങളുടെ വെരിഫൈ ചെയ്യുന്നത് കേട്ടോ. അത് ഞാനായിരിക്കില്ല, നമ്മൾ ഇവിടുന്ന് ടീമാണ് വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ അവര് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേയ്മെന്റ് സ്ക്രീൻഷോട്ടും ഡീറ്റെയിൽസും ഒക്കെ വെച്ച് വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങളെ ഇപ്പൊ നാളെ ഒരു വൈകുന്നേരത്തിന് മുന്നായിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ നമ്മുടെ രജിസ്റ്റേർഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഒഫീഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. അതിലായിരിക്കും നിങ്ങളുടെ ക്ലാസ്സസിന്റെ അപ്ഡേറ്റും നോട്ട് എങ്ങനെ കിട്ടും, ആപ്ലിക്കേഷന്റെ ലിങ്ക്, എല്ലാ ഡീറ്റെയിൽസും വരുന്നത് കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് എപ്പോഴും സീറ്റ് ഓപ്പൺ ആണ്, എപ്പോഴും സീറ്റ് ഓപ്പൺ ആണ്. ഇപ്പൊ ഓഫർ ഫീസിൽ മാത്രം നേരിയ വ്യത്യാസങ്ങൾ വരും. ഓഫർ സീറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫുൾ പേയ്മെന്റിന്റെ കാര്യം കുറവായിരിക്കും. പക്ഷെ ഇപ്പം ഇന്ന് ഇട്ടിരിക്കുന്ന ഓഫർ ഫീ ആയിരിക്കില്ല പിന്നീട് ഉണ്ടാവുക കേട്ടോ. അത് ഓരോ സീറ്റ് ലിമിറ്റ് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾ ഒരു മറ്റേ അഡ്മിഷൻ ഫോമിൽ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേനും മാക്സിമം നിങ്ങൾ ആ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള, അതായത് നമ്മുടെ ID, ഈ ഇതുണ്ടല്ലോ നമ്മൾ പേയ്മെന്റ് ചെയ്തതിന്റെ പേയ്മെന്റ് ID കാണാവുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അഥവാ അല്ലാതെ ആഡ് ചെയ്തവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കോള് വരും, ID ഉള്ളത് അയക്കാൻ പറയും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് അവർക്ക് വാട്സപ്പ് അന്നേരം ചെയ്താൽ മതി കേട്ടോ. ഇത് ഓരോ സബ്ജക്റ്റിനും അതിന്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മാത്സിലോട്ട് വരുമ്പോഴത്തേനും കുറച്ചും കൂടി അത് ഇപ്പം നമുക്ക് ഡെയിലി ബേസിസിൽ ക്ലാസ്സസ് വേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ആക്സസ് ചോദിച്ചു വരുന്നവരുടെ ഇതാണ് കൂടുതലും മെറ്റീരിയൽസ് ആണ് ചോദിച്ചു വരുന്നത് സബ്ജക്ട് പേപ്പർ. ക്യാഷ് പേ ചെയ്തവർക്ക് ലെഫ്റ്റ് അടിക്കാം അഫ്കോഴ്സ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ സബ്ജക്റ്റിന് കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. കാരണം മിക്ക സ്ഥലങ്ങളിലും മേജർ സബ്ജക്ട്സിന് മാത്രമേ ഇവൻ നോട്ട് പോലും കിട്ടാറില്ല. നോട്ട്സ് പോലും നമുക്ക് കിട്ടുന്നത് വളരെ റയറാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും നോട്ട്സ് കിട്ടും. പിന്നെ ക്ലാസ്സസിലോട്ട് വരുമ്പോഴത്തേനും അത് ചില പ്രത്യേക സബ്ജക്റ്റുകാർക്ക് ഉണ്ടാവില്ല, അങ്ങനെ. ഓക്കെ, സോ 49 സീറ്റ്സ് ലെഫ്റ്റ്. ഇത് ആക്ച്വലി നിങ്ങളുടെ ഈ വെബിനാർ ഇന്നലെ നടക്കേണ്ടതായിരുന്നു. പക്ഷെ ഇന്നലെ നമ്മുടെ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് ഇന്ന് നടന്നത്. അല്ലായിരുന്നെങ്കിൽ ഇതിനൊരു വെബിനാർ വന്നേനെ. എപ്പോഴും ശനിയാഴ്ച നടക്കുന്ന വെബിനാറിന് ഒരു വെബിനാർ സൺഡേസിൽ പോകാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അത് സൺഡേയിലായിപ്പോയി മെയിൻ വെബിനാർ. എല്ലാ സബ്ജക്ട്സും ഉണ്ട്, ആന്ത്രപ്പോളജിയും കാര്യങ്ങളും എല്ലാ സബ്ജക്റ്റും UGC നെറ്റിന്റെ കംപ്ലീറ്റ് സബ്ജക്ട്സും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് UGC നെറ്റിന്റെ ആണ് ഞാൻ ഫീസ് സ്ട്രക്ചർ പറഞ്ഞത്. ഓക്കെ, പേപ്പർ 1ന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നോട്ട്, മോക്ക് ടെസ്റ്റ്, അതിന്റെ എന്താ പറയുന്നത് വീട്ടിലേക്കുള്ള സാധനങ്ങളും ഒക്കെ തരും. അതിന്റെ കൂടെ തന്നെ പേപ്പർ 2ന്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് മെറ്റീരിയൽസ്, യൂണിറ്റ് വൈസ് നോട്ട്, സ്പെഷ്യൽ നോട്ട്, ക്യാപ്സൂൾ നോട്ട്, റിവിഷന് നോട്ട്, അതിന്റെ ഹാർഡ് കോപ്പി വീട്ടിലേക്ക് വരും. കംപ്ലീറ്റ് സെറ്റ് മോക്ക് ടെസ്റ്റ് എല്ലാത്തിന്റെയും കൂടി ലൈഫ് ടൈം വാലിഡിറ്റിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ സബ്ജക്ട്സിന് നമുക്ക് ഓരോ സബ്ജക്റ്റും എടുത്ത് പറയേണ്ടത്. എല്ലാത്തിനും ഒരേ കോമൺ സ്ട്രക്ചർ ആയതുകൊണ്ട് ഓരോന്നോരോന്ന് എടുത്ത് പറയേണ്ടതില്ല. സോ 49, 48 ഏകദേശം 1 അവറിന് മുകളിലായിട്ടുണ്ട് നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട്. സോ 48 സീറ്റ്സ് ആണ് നിലവില് ബാക്കിയുള്ളത്. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടോ, ഇനി ആരെങ്കിലും പേയ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫാസ്റ്റ് ആക്കണേ. മോർ ദാൻ 1 അവറിന് മുകളിലായിട്ടുണ്ട്.
അഡ്മിഷൻ ഫോം കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യണ്ട, പിന്നെ നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്താ പറയുന്നത് വെരിഫിക്കേഷൻ, നിങ്ങളുടെ ഫോം വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങളെ ഗ്രൂപ്പുകളിലേക്ക്, അതായത് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും കേട്ടോ. എടാ നിങ്ങൾക്ക് അങ്ങനെ സബ്ജക്ട് സ്പെസിഫിക് പേപ്പർ 2ന്റെ മെറ്റീരിയൽ അസിസ്റ്റൻസ് ഇല്ലാതെ അങ്ങനെ പേപ്പർ 1ന്റെ ക്ലാസ്സസ് മാത്രമായിട്ട് എടുക്കുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ആക്ച്വലി ഇതിൽ പേപ്പർ 1ന്റെ സാധനങ്ങളെ ഫീസ് വരണുള്ളൂ, പേപ്പർ 2ന്റേത് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അത് എന്തിനാണ് വെറുതെ വേണ്ടാന്ന് വെക്കുന്നത്? മനസ്സിലായില്ലേ? നോർമലി നമ്മൾ ഒരു പേപ്പറിന്റെ ഫീസ് മാത്രമേ ശരിക്കും വാങ്ങിക്കണുള്ളൂ. ഇപ്പൊ നമ്മുടെ ഫുൾ എമൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് മിക്കയിടത്തും ഇപ്പൊ നിങ്ങൾ തിരക്കിയാൽ അറിയാം, നമുക്ക് 10,000 എബോവ് ആണ് നമുക്ക് ഒരു പേപ്പറിന് ഫീസ് വരുന്നത്. അപ്പൊ ഇവിടെ 2 പേപ്പറിനോട് നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടേ ആവുന്നുള്ളൂ. അതിൽ നമുക്ക് പിന്നെ കസ്റ്റമൈസേഷൻ ഫീസുകൾ അല്ല. ഓക്കെ, സോ 48 സീറ്റ്സ് നമുക്ക് ഈ നിലവിൽ ബാക്കിയുണ്ട്. അപ്പം ഇന്ന് ഒരു മാക്സിമം ഒരു 11 മണി, ആ 11 മണിക്കുള്ളിൽ എനിക്ക് DM ചെയ്ത് സീറ്റ് ലിമിറ്റിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സീറ്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇനിയുള്ളവർക്ക് ചെയ്യാം. ഇപ്പൊ വെബിനാറിൽ മാക്സിമം സമയം ഞാൻ ഇരുന്നു, മാക്സിമം 1 hour ആണ്. ഇപ്പൊ 9 മണിയാവുന്നു. അപ്പോ 7:30 സ്റ്റാർട്ട് ചെയ്തതാണ്, 1.5 മണിക്കൂറോളം നമ്മൾ ഇരുന്നു. ഇതുവരെ രജിസ്റ്റർ ചെയ്തവരുടെ അഡ്മിഷൻ എല്ലാം കൺഫേം ആണ്. ഇതിനെ പറ്റിയിട്ട് ഇനി റീ വെബിനാറിന്റെ ഇതൊന്നും നിലവിൽ കിട്ടിയിട്ടില്ല. സാറ്റർഡേസിൽ നടക്കുന്ന വെബിനാറിനെ റീ വെബിനാർ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. അപ്പം എന്തായാലും ഇന്ന് ഒരു 11 o'clock വരെ നിങ്ങൾക്ക് വേറെ പേയ്മെന്റ് കാര്യങ്ങള് ഇത് ആലോചിക്കേണ്ടവർക്കോ വിളിക്കേണ്ടവർക്കോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 11 മണി, മാക്സിമം 11 മണിക്കുള്ളിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടേ പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇതുവരെ ചെയ്തവരുടെ എല്ലാം അഡ്മിഷൻ കൺഫേം ആണ്. കൺഫേം ചെയ്തിരിക്കുന്ന എമൗണ്ട് UGC നെറ്റ് ആണെന്നുണ്ടെങ്കിൽ 4899, CSIR ആണെന്നുണ്ടെങ്കിൽ CSIR തന്നെ നമുക്ക് കെമിസ്ട്രിയും ലൈഫ് സയൻസിനും 4899 ആണ്. ബാക്കി സബ്ജക്ട്സ് ആണെങ്കിൽ 3200 ആണ് നിങ്ങളുടെ ഫീസ് ഇപ്പൊ ലോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഫീല് തന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സോ 48 സീറ്റ്സ്, സീറ്റ് നമ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ 48 സീറ്റ്സിന് ബാക്കിയുണ്ട്. എനിക്ക് അഡ്മിഷൻ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ആണ്. നിങ്ങൾ വറീഡ് ആവണ്ട, പേയ്മെന്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ആണ്, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പം അതില് ഇവിടുന്ന് ഫോം വെരിഫിക്കേഷൻ നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ മോർണിംഗ് ഓഫീസ് ടൈമിലായിരിക്കും ഫോം വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ ആ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു കോളോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ലിങ്ക് വരിക. അപ്പൊ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ കയറിയിട്ട് ക്ലാസ്സിന്റെയും കാര്യങ്ങളുടെ അപ്ഡേഷൻസ് അതിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തു, വളരെ സന്തോഷം. അത്രയും പേർക്ക് ഒരു ഒരു ഓറിയന്റേഷൻ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുക, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ്സും റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. എപ്പോഴും പഠിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്, നമ്മളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് കണക്കിലെടുത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. PG നന്നായിട്ട് എൻജോയ് ചെയ്യുക, അഫ്കോഴ്സ് കോളേജ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യുക. പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ കരിയറും എല്ലാം നമ്മുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ ആ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ലൈഫിന്റെ വേറൊരു സ്റ്റേജ് വരും, ഒരു സഫറിങ് സ്റ്റേജ്. അവിടെ നമുക്ക് ജോലി ഇല്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. അപ്പൊ അത് അനുഭവിക്കുന്നവർക്കും അല്ലെങ്കിൽ ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർക്ക് കുറേയും കൂടെ കണക്ട് ആവും. ഇപ്പൊ നമ്മളെയൊക്കെ ആണെങ്കിലും ബന്ധുക്കളിലും ഒക്കെ അങ്ങനെ ജോലി ഇല്ലാണ്ട് നിൽക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇല്ലേ, അവരവിടെയൊക്കെ ഒന്ന് തിരക്കിയാൽ മതി. ഇപ്പൊ ഇതൊരു വളരെ വേദനയുള്ള ഒരു സ്റ്റേജ് ആണ്. അപ്പൊ അതിലോട്ടൊന്നും ആരും എത്താണ്ടിരിക്കട്ടെ, നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. അഫ്കോഴ്സ് അതിന്റെ കൂടെ നിങ്ങൾ കോളേജ് ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക. PG ആണ്, ഇപ്പൊ UG പോലെ അങ്ങനെ അടിച്ചു പൊളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല PG-യിൽ. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും ഒരു ഒരു മിശ്രിതമായ ലെവലിൽ പോവുക, അമിതമാക്കാണ്ട് എല്ലാം നോർമൽ ആയിട്ടുള്ള രീതിയിൽ പോവുക. നമുക്കിനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ കാണാൻ പരിചയപ്പെടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് ഡേ.